നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഈ വാക്കുകൾ കുറിച്ചുവെച്ചു, പകരം ഞങ്ങൾ ചോദിക്കും. അമേരിക്ക അങ്ങേയറ്റം ഖേദിക്കേണ്ടി വരും. ഇറാനാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ത്യയിലെ വിശാഖപട്ടണത്ത് നടന്ന മിലാൻ 2026 ബഹുരാഷ്ട്ര നാവിക അഭ്യാസത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്ന ഇറാന്റെ യുദ്ധക്കപ്പൽ ഐറിസ് ദേന അമേരിക്ക തകർത്തതിനു പിന്നാലെയായിരുന്നു ഈ പ്രതികരണം. ആണവ അന്തർവാഹിനിയിൽ നിന്നുള്ള M49 ടോർപിഡോ ഉപയോഗിച്ചാണ് യുദ്ധക്കപ്പൽ അമേരിക്ക തകർത്തത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് വെച്ചായിരുന്നു ആക്രമണം. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച ശേഷം ആദ്യമായാണ് US ടോർപിഡോ ആക്രമണത്തിലൂടെ ഒരു യുദ്ധക്കപ്പൽ തകർക്കുന്നത്. ഇതിന് തിരിച്ചടിയായി പേർഷ്യൻ ഗൾഫിൻ്റെ വടക്കൻ മേഖലയിലെ അമേരിക്കൻ എണ്ണക്കപ്പലിന് തീയിട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെട്ടു. ഇറാന്റെ പക്കൽ ഇനിയും ആയുധ ശേഖരമുണ്ട്. ഗതികെട്ടാൽ ഇറാൻ ഈ ആയുധ ശേഖരമെല്ലാം ഒരുമിച്ചെടുത്ത് ഉപയോഗിക്കുമോ? അതിനു മുമ്പ് യുദ്ധം അവസാനിപ്പിച്ച് ഈ മേഖലയിൽ സമാധാനത്തിലേക്ക് എത്തിക്കാൻ ലോകത്തിന് കഴിയുമോ? ഈ വലിയ ചോദ്യത്തിന് മുന്നിലാണ് ലോകം ആകമാനം. പ്രത്യേകിച്ച് വലിയ ആശങ്കയിലാണ് ഗൾഫ് മേഖലയിൽ നിരവധി പേർ ജീവിക്കുന്ന മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരും. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. യുദ്ധം ഉടൻ അവസാനിക്കുമോ? രണ്ടും കൽപ്പിച്ച് ഇറാൻ അന്തിമ പോരാട്ടത്തിന് ഇറങ്ങുമോ? പ്രേക്ഷകർക്കും പ്രതികരിക്കും. കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്ന് പ്രതികരിക്കുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഒരു ആണവ അന്തർവാഹിനിയിൽ നിന്നും ടോർപിഡോ ഉപയോഗിച്ചുകൊണ്ട് ഒരു യുദ്ധക്കപ്പൽ തകർക്കുന്നത്. അതും ഇന്ത്യയിൽ നടന്ന ഒരു അന്താരാഷ്ട്ര അഭ്യാസത്തിന് ശേഷം അവിടെ നിന്ന് മടങ്ങുന്ന വഴിയിലാണ് ഇറാൻ്റെ യുദ്ധക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് തകർക്കുന്നത്. ഇറാൻ ഇതിന് മറുപടി ഞങ്ങൾ നൽകും, പ്രതികാരം ചെയ്യും എന്ന മുന്നറിയിപ്പ് നൽകുന്നു. യുദ്ധം അങ്ങനെ ഒരു കടുത്ത അന്തരീക്ഷത്തിലേക്ക്, ഇറാൻ ഗതികെട്ടാൽ അവരുടെ ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങി വീണ്ടും വഷളാവാനുള്ള സാധ്യതയാണോ കാണുന്നത്? സാറേ നമസ്കാരം. നമസ്കാരം. മഹത്തായ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം നമുക്ക് പല സംഭവവികാസങ്ങളും ലോകം കണ്ടുകൊണ്ടിരിക്കുക. ചോദിക്കാനും പറയാനും ലോകത്തൊരാളില്ലാണ്ടായി. നോക്കൂ, നിങ്ങൾ ഈ ഇറാൻ ഇനി എല്ലാ പണികളും ജോലിക്കഴിഞ്ഞ് മുമ്പോട്ട് പോയിട്ട് നോക്കുകയില്ല. 115 ചെറിയ കുട്ടികളെയും 1000 ആളുകളെ അവിടെ പോലെ കൊന്നത് ഈ ഇസ്രായേലും ഈ അമേരിക്കയും കൂടിയും. അപ്പം അതിന്റെ പുറത്തുള്ള രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഇത് ഒരു സമാധാനത്തിന് വേണ്ടി ശ്രമിക്കണം. ഇല്ലെങ്കിൽ ലോകം വല്ലാതെ പ്രത്യാഘാതത്തിലേക്ക് നിൽക്കുന്ന എനിക്ക് പറയാം. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണം. അത്രയും ആൾക്കാർ ഇപ്പം പടിഞ്ഞാറോട്ട് നിൽക്കുക. എന്താന്ന് ചോദിച്ചു. വലിയ വിനാശകരമായ ഒരു കാര്യമാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ശരി, താങ്കളുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. വിനാശകരമായ ഒരു അന്തരീക്ഷത്തിന് തൊട്ടടുത്ത് നിൽക്കുകയാണ് ലോകം എന്നുള്ളത് ലോകം തന്നെ തിരിച്ചറിയുന്നൊരു ഘട്ടമാണ്. സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, ഇറാനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. അവരുടെ ഒരു യുദ്ധക്കപ്പൽ ടോർപിഡോ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക തകർത്തിരിക്കുന്നു. പകരം അമേരിക്കയുടെ ഒരു എണ്ണക്കപ്പലിന് തീയിട്ടു എന്നൊക്കെ ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അതിൻ്റെ വസ്തുതകളൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും ഒന്നുറപ്പുള്ളത്, ഇറാൻ്റെ പക്കൽ എണ്ണമറ്റ ആയുധങ്ങളുള്ള ഒരു രാജ്യമാണ്. അവർ ഒരു അന്തിമ പോരാട്ടത്തിനിറങ്ങി അത്തരം ആയുധങ്ങളെല്ലാം കൂട്ടത്തോടെ ഉപയോഗിക്കാനുള്ള സാധ്യത ചില അന്താരാഷ്ട്ര നിരീക്ഷകരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ അവസ്ഥ എങ്ങനെ ലോകത്തിന് മറികടക്കാനാകും? ഇവർക്ക് ഇനി ചിന്തിക്കാനൊന്നുമില്ല. കാരണം നമുക്കും പേടിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിനാണ് സംഭവിച്ചത്. നാളെ ഇന്ത്യക്കും അത് ആവർത്തിക്കാം. അമേരിക്കയോടോ നമുക്കൊരു എതിരഭിപ്രായം എന്നാൽ ഇവരെ ഈ അമേരിക്ക ആരെ എന്തും ചെയ്യുന്നുള്ളൊരു ഭീഷണിയുടെ ഇതല്ല വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ത്യയും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയുടെ അമേരിക്കയെ പേടിച്ചു നിൽക്കുക എന്നൊരു നയം ട്രംപ് കൊണ്ടുവരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കണം സാർ. ഇത് ലോകത്തിലെ സമാധാനം ആഗ്രഹിക്കുന്ന, സമാധാനത്തിന് ഞാനാണ് നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞ് നടന്ന വ്യക്തി, നോബൽ സമാധാനത്തിന് അത് കിട്ടാത്തതിന് ഒരു പ്രതിഷേധം വരെ രേഖപ്പെടുത്തിയ വ്യക്തി, ആ വ്യക്തി ഇന്ന് ചെയ്ത് കാട്ടിക്കൂട്ടുന്നത് ലോകത്തിന്റെ മൊത്തം സമാധാനം കെടുത്തുകയാണ്. ഇപ്പോൾ ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ള ചെകുത്താനായ മനുഷ്യരെന്ന് ഞാൻ പറയുന്നുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇതിന് നിങ്ങൾ പശ്ചാത്തപിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ചിപ്പോൾ ഗതികെട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അത്തരത്തിലേക്കുള്ള ഒരു ആയുധ ശേഖരമൊക്കെ ഉള്ള ഒരു രാജ്യം ആ തരത്തിൽ ഒരു പ്രതികരണത്തിന് തയ്യാറായാൽ സ്വാഭാവികമായും അത് വലിയ വിനാശത്തിലേക്കായിരിക്കും നീങ്ങുക. അതിനു മുമ്പ് യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകൾ, ലോകരാജ്യങ്ങളുടെ ഇടപെടൽ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? കിരൺ സാറേ നമസ്കാരം. നമസ്കാരം.
അപ്പോ അതിൽ എഴുതി കാണിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ജീവൻ സ്മരണ പോരാട്ടത്തിലേക്ക് ഇറാന്നുള്ളത്. പക്ഷേ ഒന്ന് ഞാൻ പറഞ്ഞുതരാം, കുറെ ആള് മരിച്ചു. നമ്മളെ ഇന്ത്യക്കാരും പല ആൾക്കാരും പല രാജ്യത്തുള്ളവരും പലതും അവിടെ ഇറാനിലും മറ്റു സ്ഥലങ്ങളിലും അവിടെ നിൽക്കുന്നുണ്ട്. ഇന്ത്യയും ബാക്കിയുള്ളവരുണ്ട്. അത് ഞാൻ ഇപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു കുഴപ്പമില്ല, അത് ഇടക്കിടക്ക് ഇങ്ങനെ പൊട്ടുന്നുണ്ട് പറഞ്ഞു ഖത്തറിൽ. ആ ചോദിച്ച വീരറിഞ്ഞു. ഇപ്പൊ ഇനി ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ നെതന്യാഹുവും ഈ നമ്മളെ ട്രംപും ഈ ലോകം കുട്ടിച്ചോറാക്കാൻ മെനക്കെടുക. അതിന്റെ ഇടയ്ക്ക് എല്ലാ റഷ്യയും ചൈനയും ഉൾപ്പെടെ പല കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളും വന്ന് ഈ നാട്ടില് ആളെ മരിക്കാതിരിക്കാൻ നോക്കണം, ആളെ ജീവിപ്പിക്കാൻ നോക്കണം, ആളെ ചേർത്ത് പിടിക്കണം. അതിന് കമ്മ്യൂണിസ്റ്റുകാർ റെഡി ആയിട്ട് വരണം. അവര് ഞാനെന്നുള്ളതിലേക്ക് ഇങ്ങനെ ഉഗാണ്ടിയിൽ ഇപ്പൊ ഓരോ തമ്മിൽ തന്നെ യുദ്ധമുണ്ട് എന്നുള്ളതൊക്കെ കണ്ടു. പക്ഷെ തീർച്ചയായിട്ടും അത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ത്യ കയറിക്കേണ്ടി വരും. ഇവിടുത്തെ പ്രവാസികൾ ആയ എന്നെ പോലത്തെ ആൾക്കാർ, ഞാനല്ല, എന്റെ മക്കളൊക്കെ അവിടെ ഉണ്ട്, അതുകൊണ്ട് പറയാം, കയറിക്കേണ്ടി വരും. അവരെ ഇറങ്ങണം, കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങണം. ഇപ്പൊ അങ്ങനെ തയ്യാറാവുമോ ചൈന അടക്കമുള്ള രാജ്യങ്ങളൊക്കെ? അതന്നെ. ശരി, ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും പ്രതികരണം നടത്തിയത്. ശ്രീ പ്രസന്നാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു യുദ്ധം വേഗത്തിൽ അവസാനിക്കുമെന്നൊക്കെ ഒരു പ്രതീതി ഉണ്ടായിരുന്നെങ്കിലും ഇന്നിപ്പോൾ ഇറാന്റെ ഒരു യുദ്ധക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച്, അത് ഇന്ത്യയിൽ വെച്ച് ഇന്ത്യ ക്ഷണിച്ച് നടത്തിയ ഒരു അഭ്യാസത്തിന് ശേഷം മടങ്ങുമ്പോഴാണ് അമേരിക്ക ടോർപിഡോ വെച്ച് ആക്രമിച്ച് ഇല്ലാതെയാക്കിയത്. അവർ തിരിച്ചടിക്കും എന്ന് അവർ പറയുന്നു. ഇതിനു മുമ്പ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴികൾ കൂടിയാണോ അടയുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഈ നിലവിലിപ്പോ അത്യന്തം ഖേദകരമായ സംഭവവാസങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. എല്ലാവർക്കും അറിയാം, എല്ലാവരും അക്കാര്യത്തിൽ വിയോജിപ്പുള്ളവരാരും ഉണ്ടാവില്ല. പക്ഷെ ഇതിന്റെ മൂലകാരണം കണ്ടുപിടിച്ച് ഇപ്പൊ മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ ഇത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം ശക്തമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. അത് തന്നെയാണ് നമുക്കൊരു ആശയ്ക്ക് വകയുള്ളത് ഒന്നും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കിട്ടിയ എന്താ പറയാ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കും. അതിൽ പിന്നെ നമ്മൾ സഹതപിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്താ പറയാ, യുദ്ധത്തിൽ അരുതാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളത് നമ്മൾ പണ്ടേ പറയാറ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഇപ്പൊ ഈ ഇറാനെ പോയി ആക്രമിക്കാൻ പറ്റും, അല്ലെങ്കിൽ അമേരിക്കനെ പോയി ആക്രമിക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം വളരെ ദൂരെ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ വേറെ കാര്യങ്ങളും അപ്പൊ പിന്നെ അറബി രാഷ്ട്രങ്ങൾ നമുക്ക് ആക്രമിക്കാൻ പറ്റുമോ? നമ്മൾ നിലപാട് പറയില്ല എന്നൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. നമുക്കിപ്പോ എന്താ പറയാൻ പറ്റും? നമുക്കിപ്പോ ഇറാനും ഈ അറേബ്യൻ ഗൾഫ് കൺട്രീസ്, മറ്റു സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാനൊക്കെ നല്ല ബന്ധം നിലനിർത്തുന്ന രാജ്യങ്ങളാണ്. അവരെ നമുക്ക് ആക്രമിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പൊ അത് നമ്മളിപ്പോ ഒരു വിഷമവൃത്തത്തിലാണ്, നമ്മുടെ നേതാക്കന്മാരും വിഷമവൃത്തത്തിലാണ്. അത്യന്തം സങ്കീർണമായ ഒരു വിഷയമാണ് നമ്മളെ സംബന്ധിച്ചും. പിന്നെ എന്താ പറയാ, ഈ ലോകരാഷ്ട്രങ്ങള് ഇടപെട്ട് ഇതിൽ നേരെ പങ്കാളികളല്ലാത്ത രാജ്യങ്ങളൊക്കെ ഇടപെട്ട് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധാരണഗതിയിൽ ഇപ്പം ഒരു GCC രാഷ്ട്രങ്ങൾ ഇറാനെ ഉപദേശിക്കേണ്ടതാണ്. പക്ഷെ ഇപ്പൊ അവരെയാണ് ആക്രമിക്കുന്നത്. അപ്പൊ GCC രാഷ്ട്രങ്ങൾ അതിനും ശക്തരല്ലാതാവുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ കൂടുതൽ യുദ്ധം നീണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇറാൻ ഈ സൗദീനെ ആക്രമിക്കും, സൗദി അപ്പൊ ഇറാൻ ആക്രമിക്കും. അത് വളരെ സങ്കീർണമായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. നമുക്കൊരു എത്തുപിടിയും കിട്ടാത്ത ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പറയാ, നമ്മൾ ഇത് ആരെങ്കിലും ഇടപെട്ട് ഇതൊന്ന് ഒത്തീർപ്പാക്കാന്നുള്ളത് മാത്രമേ നമുക്കിപ്പോ ആശിക്കാൻ വഴിയുള്ളൂ. താങ്കളുടെ ആഗ്രഹം വളരെ പ്രസക്തമാണ്. ആരെങ്കിലും ഇടപെട്ട് ഇത് ഒത്തീർപ്പാക്കില്ലെങ്കിൽ ലോകം അത്തരമൊരു ഭീതിതമായ അന്തരീക്ഷത്തിലേക്ക് പോകും. ശ്രീ ഗോപകുമാറാണ് ചെറുപ്പുളശ്ശേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഗോപകുമാർ, ഇന്ത്യയുടെ ക്ഷണപ്രകാരം ഇന്ത്യയിലെത്തി അഭ്യാസം കഴിഞ്ഞ് മടങ്ങുന്ന ഇറാൻ്റെ കപ്പലിനെയാണ് സാധാരണ യുദ്ധനീതിയെല്ലാം മാറ്റിവെച്ച് ഒരു ഒളിപ്പോരിലൂടെ ടോർപിഡോ ആക്രമണത്തിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇസ്രയേൽ തകർത്തിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും പറയുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. ഇതിപ്പോ പ്രതിപക്ഷത്തിന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ചെയ്തപ്പോഴും അറിയേണ്ടത് ഈ തമ്മിലുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പൊ ഈ ഇറാന്റെ കപ്പലിനെ നമ്മൾ വിളിച്ചു വെച്ച് അതിഥേയരായിട്ട് വന്ന ആൾക്കാരെ യുദ്ധം ചെയ്ത് അവർ കപ്പലിനെ നശിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ അതിന് നിങ്ങൾ വഴിയൊരുക്കി കൊടുത്തു എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. ഈ ഇങ്ങനത്തുള്ള കണ്ടീഷനിലും ചോദിക്കുന്നത് ഈ ജാതി ചോദ്യങ്ങളാണ്. പിന്നെ അതൊരു സ്വാഭാവികമായ ചോദ്യമല്ലേ? ഇന്ത്യയെ പോലെ പ്രബലമായ ഒരു രാജ്യം നമ്മുടെ അഭ്യാസത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അമേരിക്കയെ ക്ഷണിച്ച അമേരിക്ക വന്നില്ല. അമേരിക്ക വരാത്തത് തന്നെ ഇത്തരം ഒരു ആക്രമണം അവർ മുൻകൂട്ടി പദ്ധതി ഇട്ടതുകൊണ്ടാവും. അവിടെ നിന്ന് മടങ്ങുന്ന വഴിക്കാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ആ യുദ്ധക്കപ്പലിനെ ആക്രമിച്ച് നശിപ്പിക്കുന്നത്.
സ്വാഭാവികമായും ആരും ചോദിക്കില്ലേ, നമ്മൾ വിളിച്ചു വന്നിട്ട് നമ്മുടെ അതിഥികൾ മടങ്ങിപ്പോകും വഴി അവർക്ക് ആക്രമണം ഉണ്ടാകുമ്പോൾ അതിൽ നമ്മളുടെ പ്രതികരണം ആഗ്രഹിക്കില്ലേ ആരും? അതിന്റെ ഒരു മറ്റേ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങള് ഇന്ത്യയിലേക്ക് വന്ന് ആദ്യത്തേലായിട്ട് വന്ന് മൂപ്പർ തിരിച്ചു പോകുന്ന സമയത്താണ് ആക്രമിച്ചത്. അതിന് നമ്മൾ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ നമ്മുടെ സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ട് യുദ്ധത്തിനെന്ന് പറയുന്നത് എത്രത്തോളം നമ്മളുടെ സ്ഥലം വിട്ടുകൊടുത്തു എന്ന് ആരും പറയുന്നില്ലല്ലോ. അവർ പറയുന്നത് നമ്മൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തി മടങ്ങും വഴി ആക്രമണം ഉണ്ടായപ്പോൾ അതിനെതിരെ നമ്മൾ അപലപിക്കണ്ടേ എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അത് ന്യായമായ ചോദ്യമല്ലേ? അല്ല സോറി, അത് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നമ്മളുടെ കടൽ പരിധി കൂടെ അവർക്ക് വിട്ടുകൊടുത്തോ തീരെ കൊടുത്തോ എന്ന് ചോദിച്ചു പ്രതിപക്ഷം. സ്വാഭാവികമായും അങ്ങനെ ഒരു സംശയം ഉയരില്ലേ? ഇതിപ്പോൾ ഈ ആണവ അന്തർവാഹിനി കടലിനെ, ശ്രീ ഗോപകുമാർ, ഈ ആണവ അന്തർവാഹിനി കടലിനടിയിൽ കിടക്കുന്ന ആണവ അന്തർവാഹിനിയാണ്. അത് ഈ സമുദ്രത്തിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വന്ന് ആക്രമണം നടത്തുമ്പോൾ അവർ നമ്മളുടെ അതിർത്തി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ആർക്കാലും സ്വാഭാവികമായി ഉണ്ടായില്ല. അല്ലാതെ ഇന്ത്യയാണ് വ്യക്തമാക്കേണ്ടത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത്. ഇതിപ്പോ ഉപയോഗിച്ചിട്ടില്ല പറഞ്ഞപ്പോ ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കാം. അപ്പൊ ഇറാൻ വന്ന് അമേരിക്കനെ ആക്രമിക്കാൻ ഒരു കാരണവശാലും ഇറാന് കഴിയില്ല. എന്താ വെച്ചാൽ അത്രയും ദൂരത്തിൽ പോയി മിസൈൽ ഇടാനോ റോക്കറ്റ് വിടാനോ എന്ത് യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. അപ്പൊ ഇറാൻ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഇറാഖ്, സൗദി അറേബ്യ, ആ ജാതി രാജ്യങ്ങളെ, ഗൾഫ് GCC രാജ്യങ്ങളെ ആക്രമിച്ചിട്ട് ബലഹീനപ്പെടുത്തുക, അവരെ കമ്പൽ ചെയ്തിട്ട് അവരെ കൊണ്ട് യുദ്ധം നിർത്തിക്കാനുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. തന്ത്രമാണത്, വേറെ വഴിയൊന്നുമില്ല. ഇറാനും ഇസ്രായേലും അമേരിക്കയും കൂടിയിട്ട് ചെറിയൊരു രാജ്യത്തിന്, ഞാൻ ഇറാന്റെ പക്ഷത്തൊന്നല്ല, ഇറാൻ ഒരു പിണറായി വിജയൻ പറഞ്ഞത് അമേരിക്ക തെമ്മാടി രാജ്യമാണെന്നാണ് പറഞ്ഞത്, ഇന്നലെ പറഞ്ഞത്. അമേരിക്ക തെമ്മാടി രാജ്യമാണോ? അങ്ങനെ ഒരു ഉറപ്പ് അദ്ദേഹത്തിനുണ്ടോ? അമേരിക്ക നല്ല രാജ്യമാണോ? അല്ല, അമേരിക്ക തമ്മാടി രാജ്യമാണെന്നൊരു അഭിപ്രായം കിരൺജിക്കുണ്ടോ? ഒരു വാർത്താവതാരകൻ എന്നുള്ള നിലയ്ക്ക് അമേരിക്കയെ സംബന്ധിച്ച് എന്തായാലും അമേരിക്ക ഒരു ലോകത്തെ മികച്ച രാജ്യമാണെന്നോ അല്ലെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണെന്നുള്ള അഭിപ്രായം എന്തായാലും ആർക്കും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അമേരിക്ക ലോകത്ത് എവിടെയും ഇടപെട്ട് അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, ഈ ലോകത്തെ യുദ്ധങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ ഒരു വശത്ത് നിന്ന രാജ്യം അമേരിക്ക തന്നെയാണ്. അതിന് സംശയം എന്താണ്? അപ്പൊ ഈ അമേരിക്ക വന്നിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇതിനെ പറ്റി അന്ന് സംസാരിച്ചു. അങ്ങനെ തന്നെയാണ്. അമേരിക്ക തന്റെ ഉണ്ടെങ്കിൽ നേരിട്ട് ചെയ്യാണ് വേണ്ടത്, ഇസ്രായേലിന്റെ കൂടെ വന്ന് ചെയ്യേണ്ടത്. പക്ഷെ ഈ ചെറിയൊരു രാജ്യത്തിന് വേണ്ടി ആയുധം കാര്യങ്ങളൊക്കെ പരമാവധി വളരെ കമ്മിയായിട്ടുള്ള ഒരു ഇറാന് വേണ്ടിയിട്ട് ഞാൻ സപ്പോർട്ടായിട്ട് സംസാരിക്കുകയല്ലേ. എന്താ വെച്ചാൽ അയാള് ഖമനയി പറഞ്ഞ മരണപ്പെട്ട ആൾ, അവിടുത്തെ പരമോന്നത നേതാവ് ഖമനയി എന്ന് പറഞ്ഞ ആള് 9 വയസ്സിൽ താഴെയുള്ള കുട്ടികളൊക്കെ കല്യാണം കഴിപ്പിച്ച് അയപ്പിച്ചിട്ട് അതുമാതിരി തൂക്കിക്കൊല്ല പെണ്ണുങ്ങളെ ലാസ്റ്റ് അവസാനം പറയാൻ പറ്റില്ല, ചാനൽ കൂടെ പറയാൻ പാടില്ല, ഒരു ആൺ പാർലമെന്റിനെയാണ്. അതുകൊണ്ട് ഞാൻ ആ ശ്രീ ഗോകുമാർ, അതൊക്കെ ഖമനയി ഏകാധിപതിയായിരുന്നു. അദ്ദേഹത്തിന്റെ മത ഭീകരവാദ നയങ്ങളൊക്കെ രാജ്യത്ത്, അല്ലെങ്കിൽ ഏകാധിപത്യ നയങ്ങളൊക്കെ നടപ്പാക്കിയ ആളാണ്. പക്ഷേ ഈ താങ്കൾ ഈ പറയുന്ന പോലത്തെ ഉള്ള ആരോപണങ്ങളൊന്നും ലോകത്തെവിടെയും തെളിയിക്കപ്പെട്ടിട്ടുള്ളതല്ല. അമേരിക്ക എല്ലാ കാലത്തും അവർക്ക് ഇഷ്ടമല്ലാത്ത നേതാക്കൾക്കെതിരെ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട്. അതിൽ കാര്യവുമില്ല. അത് ആ രാജ്യത്തിന്റെ 9 വയസ്സാവുന്ന ആവാത്തവരെ കുട്ടികളൊക്കെ കല്യാണം കഴിച്ചാലൊക്കെ തെളിയിക്കപ്പെട്ടതാണ്. എവിടെ തൂക്കിക്കൊല്ലണം ആ കാര്യം ഓരോ രാജ്യവും തൂക്കിക്കൊല്ലുന്നതും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ, ഏതെങ്കിലും തരത്തിൽ ഖമനയുടെ ഭരണ രീതിയെയോ ഒന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ജനാധിപത്യത്തിനെതിരായി നിൽക്കുന്ന ഒരു ആളെയും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ എന്ന് കരുതി അയാൾക്കെതിരെ ഇല്ലാത്ത അമേരിക്ക പടച്ചുവിടുന്ന ആരോപണങ്ങളെല്ലാം ശരിയാണ് എന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഇറാഖും കൂടി യുദ്ധം ചെയ്തപ്പോ എത്ര ലക്ഷക്കണക്കിന് 50,000 ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് കൊന്നു തള്ളിയത് ഈ ഖമനയി എന്ന് പറഞ്ഞ ആള്. അപ്പൊ ഒരാളും ഇതിനെപ്പറ്റി കുറ്റം പറഞ്ഞില്ല. ഹമാസ് വന്നിട്ട് ഇസ്രായേലിൽ വന്ന് യുദ്ധം ചെയ്തു. ഹമാസ് ഒരുപാട് കുട്ടികളെ, തെറ്റാണ്. ഞാൻ അതിനെ പറഞ്ഞു. ശ്രീ ഗോപകുമാർ, എന്തായാലും അമേരിക്കയും ഇസ്രയേലും ലോകത്താകമാനം നടത്തിയ കുട്ടികളുടെ കൂട്ടക്കൊരുതിയുടെ എണ്ണവും പരിശോധിച്ചാൽ മറ്റ് ഒരു രാജ്യവും ഒരു ഭീകര ശക്തികളും ആരും ഇത്രയേറെ പേരെ ലോകത്താകമാനം കൊലപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തിയിട്ടുള്ള 2 രാജ്യങ്ങൾ അമേരിക്കയും ഇസ്രയേലും തന്നെയാണ്. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ കൊലക്കത്തിക്ക്, അല്ലെങ്കിൽ കൊലക്കത്തി എന്ന് പറഞ്ഞത് ഒരു പ്രയോഗം എന്ന രീതിയിൽ പറഞ്ഞാണ്, കൊല ചെയ്ത് തള്ളിയ രാജ്യം എന്ന് പറയുന്നത് അത് ഇസ്രയേലും അമേരിക്കയാണ്. അതിന് എന്തെങ്കിലും സംശയമുണ്ടോ? അതിനപ്പുറത്ത് വേറെ ഏതെങ്കിലും രാജ്യമുണ്ടോ? ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. കുട്ടികളെ എന്നല്ല, മുതിർന്നവരെ, സിവിലിയൻസിനെ ആക്രമിക്കുന്ന ഒരു നിലപാട് ഒരു യുദ്ധമേ നല്ലതല്ല. പിന്നെ സിവിലിയൻസിനെയും കുട്ടികളെ ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നല്ലതല്ല, അതിനെ അംഗീകരിക്കാൻ പാടുള്ളതല്ല. ശരി, ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നാണ്. ശ്രീ സന്തോഷ്, ഇത് പശ്ചിമേഷ്യ സമാധാനമായിരിക്കേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണ്. വൈകാരികമായും അല്ലാതെയുമൊക്കെ വളരെ ബന്ധം മലയാളികളെ സംബന്ധിച്ച് നമുക്ക് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായിട്ട് ഉണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട, നമുക്ക് ഒരു വലിയൊരു പരിധിയോളം ആളുകൾ അതിജീവനത്തിനായി തിരഞ്ഞെടുത്ത രാജ്യങ്ങളൊക്കെയാണ്. അവിടെയെല്ലാം അശാന്തി തുടരുകയാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാർ.
എന്റെ അഭിപ്രായത്തിൽ എത്രയും പെട്ടെന്ന് ഐക്യരാഷ്ട്രസഭ ഇടപെട്ടിട്ട് യുദ്ധം സമാധാനപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിരപരാധിയായ എത്രയോ കുട്ടികൾ മരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്താണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം വിഷമം ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഐക്യരാഷ്ട്രസഭ ഇടപെടണം എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ഓക്കെ സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്തു നിന്നാണ്. ശ്രീ ചന്ദ്രൻ നായർ, ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ എണ്ണമറ്റ ആയുധങ്ങളുണ്ട് എന്നുള്ളത് പലതവണയായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഗതികെട്ട് നിൽക്കുന്ന ഒരു രാജ്യം, അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവർ ആ അവസാന ആയുധങ്ങളുമെല്ലാം കൂട്ടത്തോടെ എടുത്ത് ഉപയോഗിക്കാനുള്ള സാധ്യത പോലും അന്താരാഷ്ട്ര നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനു മുമ്പ് യുദ്ധം അവസാനിക്കാനുള്ള ശ്രമങ്ങൾ ഏതെങ്കിലും തരത്തിലുണ്ടാകുമോ? കിരൺ സാർ നമസ്തേ. നമസ്കാരം. ഈ വലിയ പോരാട്ടം ഇന്ത്യ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങൾ കണ്ടിരുന്നാൽ പറ്റില്ല. ഇന്ത്യയിലെത്തി മടങ്ങിയ കപ്പലിനെ നശിപ്പിച്ചു, അതിനും ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. അതൊരു വലിയ അപരാധം തന്നെയാണ്. കാരണം വെച്ചാൽ ഇന്ത്യയിൽ വന്നു പോയ ആതിഥേയരാണ് അവരെന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ ഇന്ത്യ പ്രതികരിക്കണമായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഇന്ത്യക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നടത്താൻ സാർ ഏതുവരെ നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിൽ തന്നെ ഒന്നും കാണുന്നില്ല. ഏതായാലും എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ളതും പ്രത്യേകിച്ച് കേരളത്തിലുള്ളതായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള മലയാളം അല്ലാത്തവരുമായിട്ടുള്ള അവരുടെ കുടുംബാംഗങ്ങളും അവരും എല്ലാം വല്ലാത്തൊരു അങ്കലാപ്പിലാണ് സാർ, ഞാൻ ഉൾപ്പെടെ. അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടിലാണ്. ഇന്ത്യ ഇതിനകത്ത് കാര്യമായിട്ട് ഇടപെടണം. മൗനം വിട്ട് ഇന്ത്യ ഇടപെട്ടേ പറ്റുള്ളൂ എന്നാണ് സാർ എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സലീമാണ് മലപ്പുറത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സലീം, ഈ ഇറാന് ഇസ്രയേലും അമേരിക്കയും പോലുള്ള രണ്ട് ലോക ശക്തികൾ, ആയുധ ശക്തികൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർ ഒരുമിച്ച് നിന്ന് നേരത്തെ ആകാശം വഴിയായിരുന്നു യുദ്ധമെങ്കിൽ ഇപ്പോൾ ഒളിയുദ്ധം പോലും നടത്തി അവരുടെ കപ്പലുകൾ ഇല്ലാതെയാക്കുന്നു. അത് അവരുടെ തീരത്ത് വെച്ചല്ല എന്നതുകൂടി ആലോചിക്കണം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള പ്രതികരണമാവും ഉണ്ടാവുക? നമസ്കാരം കിരൺ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു കാര്യം മറക്കരുത്. നേരത്തെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് പാകിസ്ഥാന്റെ കൂടെ നിൽക്കുകയും ഇന്ത്യ ആക്രമിക്കാൻ 7ാം കപ്പൽപ്പട അയച്ചവരാണ് അമേരിക്ക. മാത്രമല്ല, കാശ്മീർ വിഷയത്തിൽ ഇന്ന് വരെ ഇന്ത്യക്ക് അനുകൂലമായ ഒരു വാക്ക് പോലും അമേരിക്ക മിണ്ടിയിട്ടില്ല. ഈ അമേരിക്ക സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്നലെ ഒരുപാട് പേര് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ്, ഇന്നലെ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ, ജമ്മു കാശ്മീരിന്റെ വിഷയത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടെടുത്തിട്ടുള്ള രാജ്യമാണ് ഇറാൻ. ഇറാന്റെ കാര്യമല്ലേ, അമേരിക്ക എടുത്തിട്ടില്ല എന്ന് പറഞ്ഞത്. അമേരിക്ക ഇന്ന് വരെ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ മോദി സ്തുതിയും BJPന്റെ സ്നേഹമൊക്കെ നല്ലതന്നെ, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ഇന്ത്യയോട് അമേരിക്ക നേരത്തെ എങ്ങനെയാണ് പെരുമാറിയിട്ടുണ്ട് എന്ന് കാര്യം മറക്കാൻ വളരെ നല്ലതാണ്. ഇനി ഇഷ്ടമുണ്ടായിട്ട് പറയില്ല, യുദ്ധം തീരുന്ന കാര്യം ഒരു 3 വർഷം കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. 3 വർഷമൊക്കെ യുദ്ധം ചെയ്യാൻ തക്ക, ഇപ്പം യുക്രൈൻ യുദ്ധത്തിലാണ് അക്കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒന്ന്. 5 ദിവസത്തിനുള്ളിൽ യുക്രൈനെ അടിച്ച് തകർത്തിട്ട് റഷ്യൻ സേന മടങ്ങി വരുമെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. പക്ഷേ വർഷം 3 കഴിയുന്നു, ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പക്ഷേ യുക്രൈന്റെ ഭാഗത്ത് യുക്രൈനെ സഹായിക്കാൻ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഉണ്ട്. പക്ഷേ ഇറാനെ സഹായിക്കാൻ അങ്ങനെ ലോകത്ത് പ്രധാനപ്പെട്ട ആയുധ ശക്തികളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ 3 വർഷമൊക്കെ യുദ്ധം തുടരാനുള്ള ശേഷി ഇറാനുണ്ടോ? 3 വർഷമായപ്പോ യുക്രൈൻ മറ്റുള്ളവരെ സഹായിച്ചിട്ടാണ് നോക്കാം. പക്ഷെ ഒരു യുദ്ധവും പെട്ടെന്ന് അവസാനിക്കുന്നതല്ല. കരയുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാസങ്ങളും വർഷങ്ങളും നീളുന്നതാണ്. ഈ കാര്യത്തിൽ എന്തായാലും ഇറാൻ എന്ന് പറഞ്ഞാൽ ഒരുതരം പ്രത്യേകതരം ജീനുള്ള ജനങ്ങളാണ്. ഇറാൻ സർക്കാരിന് ഞാൻ ഒരിക്കലും നല്ലത് പറയില്ല. കാരണം പണ്ട് സൽമാൻ റുഷിദിയെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ഇറാൻ ഭരണകൂടം എടുത്ത തീരുമാനത്തിനോട് ഞാൻ അങ്ങേയറ്റം പ്രതിഷേധിച്ച ഒരാളാണ്. അതുപോലത്തെ തീരുമാനം സ്വേച്ഛാധിപത്യ രാജ്യം തന്നെയാണ് ഇറാൻ, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അമേരിക്കക്ക് ഇതിലൊക്കെ ഇടപെടാൻ എന്താണ് അവകാശം എന്നുള്ളത് അമേരിക്ക വ്യക്തമാക്കണം. അവരാരാണ് ഈ ലോകത്തിലെ മറ്റു കാര്യങ്ങൾ തീരുമാനിച്ചത്? അവരായിരിപ്പിച്ചത് ഇന്ത്യ ഇത്രയും ശക്തി പ്രകോപിപ്പിച്ച് ഇന്ത്യ ഒരു അക്ഷരം മിണ്ടാത്തതിൽ വളരെയധികം സങ്കടമുണ്ട്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഉമ്മറാണ് വഴിക്കടവ് എന്നാണ് വിളിക്കുന്നത്. ശ്രീ ഉമ്മർ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എന്താ പറയല്ല, നമ്മുടെ നയതന്ത്രം വളരെ മോശം എന്നേ പറയാനുള്ളൂ. നമ്മൾ ഇടപെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഇത്ര കാലമായിട്ടും ഒരു ബന്ധങ്ങളും ഇല്ലാതിരുന്ന ഇസ്രായേലിന് പോയി നമ്മളവിടുത്തെ സൗഹൃദം സ്ഥാപിച്ചു. ഇറാന് ഉള്ള കാലം മുതലേ നമ്മളായിട്ടുള്ള സൗഹൃദവും ബന്ധവും. മഹാത്മാഗാന്ധിയുടെ പേരിൽ അവിടെ ഒരു ഹോസ്പിറ്റൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലൊക്കെ ഇപ്പൊ മിഞ്ഞാന്നത്തെ യുദ്ധത്തിൽ തകർത്തു പോയി, അറിയാലോ. അപ്പൊ നമ്മള്
ആ കാര്യത്തിൽ ഇപ്പൊ ഇവിടെ വന്ന് സൈനികാഭ്യാസം നടത്തിയാണ്ട് തിരിച്ചു പോണ സാധനമാണ് ഇപ്പൊ ശ്രീലങ്കൻ കടൽ തീരത്തിട്ടുകൊണ്ട് അമേരിക്കന്റെ അന്തർവാഹിനി കപ്പല് മുക്കിക്കൊന്നത്. നമ്മള് നല്ല നയങ്ങളും ഒന്നും ഇതേപോലെ തന്നെ നമ്മൾ പാകിസ്ഥാന് നമ്മളെയും വിളിച്ചു, നരേന്ദ്രമോദി നമ്മളെ പ്രധാനമന്ത്രിനെ വിളിച്ചു. അവിടെ പട്ടാള മേധാവിക്ക് സൽക്കാരത്തിനാ വിളിച്ചത്, അവിടേക്കാണ് നമ്മളെ വിളിച്ചുകൊണ്ടത്. നമ്മളെ നയതന്ത്രത്തിൽ വളരെ വീക്കാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാണത്. നയതന്ത്രപരമായ കാര്യങ്ങളിൽ നമ്മൾ ഇറാന്റെ കൂടെ ഒന്നുമില്ലെങ്കിലും വേണ്ട ഒരു അനുശോചനെങ്കിലും രേഖപ്പെടുത്തണ്ടേ ഒരു രാജ്യം. ഇത്ര കാലം നമ്മളിത് നല്ല രീതിയിൽ നിന്ന രാജ്യമല്ലേ, ഒരു അനുശോചനം പോലും രേഖപ്പെടുത്താതെ നമ്മൾ എന്ത് സൗഹൃദം എന്താ പറയുന്നത്? അത്രയും വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറഞ്ഞത്, അമേരിക്ക എന്ത് കാര്യത്തിനാണ് ഈ ബോംബിട്ടത് എന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ കിരണേ? അല്ലെ, അത്തരം കാര്യങ്ങളിലൊക്കെ ചർച്ച ചെയ്താൽ സ്വാഭാവികമായും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിലെ അവരുടെ രാജ്യത്തിൻ്റെയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ എന്താണ് ഇറാൻ ആരെ സഹായിക്കുന്ന, ഹിസ്ബുള്ളയെ അടക്കം സഹായിക്കുന്ന നിലപാട് എടുക്കുകയും ഒക്കെ ചെയ്തതൊക്കെ പല കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ആവാം എന്നാണ് അവരുടെ വിശദീകരണം. അവരുടെ നമ്മള് നയതന്ത്രപരമായിട്ട് ഇടപെടേണ്ട കാര്യങ്ങൾ നയതന്ത്രമായിട്ട് ഇടപെട്ടപ്പോൾ അവരുടെ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ തീർക്കട്ടെന്ന് വെക്കണ്ടേ? അപ്പൊ നമ്മളെന്നെ ഓർമ്മല്ലേ, നമ്മുടെ പ്രധാനമന്ത്രി ഒരു കല്യാണത്തിന് പോയി പങ്കെടുത്ത് പാകിസ്ഥാനിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന് ഓർമ്മല്ലേ? അതിന്റെ പിറ്റേന്ന് നമ്മളിവിടെ യുദ്ധം ചെയ്യേണ്ടി വന്നില്ല അവരേറ്റ്. ശരി, അപ്പൊ നമ്മൾ നയതന്ത്രമായ കാര്യങ്ങൾ ഇടപെടുന്ന കാര്യത്തിൽ നമ്മൾ നയതന്ത്ര വിദഗ്ധർ വളരെ മോശമാണെന്നാണ് എന്റെ അഭിപ്രായം. ഈ കാര്യങ്ങളിലൊക്കെ ഒന്നും കൂടെ പഠിക്കണം. താങ്കളുടെ അഭിപ്രായം അങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ തന്ത്രപരമായ നിലപാട് സ്വീകരിക്കുന്നു, അങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന അഭിപ്രായവുമുണ്ട്. അഭിപ്രായങ്ങൾ സ്വാഭാവികമായും വ്യത്യസ്തമാവും. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, ഇന്ത്യയിൽ വന്ന് മടങ്ങുന്ന, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് മടങ്ങുന്ന വഴിയിലാണ് ഇറാൻ്റെ പടക്കപ്പലിനെ ടോർപിഡോ ഉപയോഗിച്ചുകൊണ്ട് അവർ തകർത്തത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചാണ് അങ്ങനെ ഒരു ആക്രമണം നടത്തിയത്. ഇറാൻ ഇപ്പോൾ ശക്തമായി പ്രതികരിക്കും എന്ന് പറയുന്നു. ഇറാൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിലൊക്കെ വളരെ ആശങ്കകളുണ്ട്. എത്ര കാലം ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നതിലും ഒക്കെ ആശങ്കയുണ്ട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇറാനെ അങ്ങോട്ട് പുകഴ്ത്തി പറയുന്നുണ്ട്. ഈ 2010 ഇറാനെ കാണിച്ച ഇന്ത്യക്ക് ആ കാശ്മീരെ പാകിസ്ഥാൻ അവകാശപ്പെട്ട പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഇതിന്റെ 3 രൂപ എതിർത്ത് വോട്ട് ചെയ്ത യുഎനില് ഈ കോൺഗ്രസ്സുകാരല്ലേ? അത് നിങ്ങളുടെ ചാനൽ ചർച്ചയിൽ ഇന്നലെ 7 മണിക്കുണ്ടായിരുന്നു. കോൺഗ്രസ്സുകാര് എതിർത്ത് വോട്ട് ചെയ്തത് എന്താണ്? ഇല്ല, ഈ ഇവർക്ക് എതിർത്ത് വോട്ട് ചെയ്തത് നിങ്ങളെ ചാനൽ ചർച്ച ഇന്നലത്തെ 7 മണിത്തെ ആകുക. അത് കേട്ടു നോക്ക്. ശ്രീ പ്രദീപ്, ഇന്ത്യ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തു. ഇന്ത്യയുടെ നിലപാട് കോൺഗ്രസിനായാലും ബി ജെ പിക്കാരും ഇനി നാളെ ഏതെങ്കിലും പാർട്ടി വന്നാലും ഇന്ത്യയുടെ നിലപാട് അങ്ങനെ മറിച്ച് വോട്ട് ചെയ്യും. ഇത് ആരാണ് താങ്കളോട് ഇങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ഇന്നലെ ഇന്നലെ ചർച്ച കേട്ടു നോക്ക്. ചർച്ചയിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ട് എന്തായാലും ഇന്ത്യ എന്ന രാജ്യം, ശ്രീ പ്രദീപ് താങ്കൾ കേൾക്കൂ, ഇന്ത്യ എന്ന രാജ്യം ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ആ ഘടകമാണ് എന്നല്ലാതെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭരണാധികാരികൾ ഒരു കാലത്തും ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഘടകമല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇറാനും പാകിസ്ഥാനും പഠിച്ചത് സംസാരിച്ചത് ആര്? കോൺഗ്രസ്? ഇറാൻ കോൺഗ്രസ്സുകാരുടെ കാര്യമല്ലേ പറഞ്ഞു. അന്ന് കോൺഗ്രസ് ഇവർക്ക് എതിർത്ത് വോട്ട്. താങ്കൾ എന്താണ് പറയുന്നത്? പാകിസ്ഥാനെ പക്ഷം സംസാരിച്ചു 2010. കോൺഗ്രസ്സുകാർ എതിർത്തുന്നോ? പാകിസ്ഥാന് വേണ്ടി സംസാരിച്ച ആളാണ് ഇറാൻ 2010. ഞാൻ പാകിസ്ഥാന് വേണ്ടി ഇറാൻ സംസാരിച്ചു എന്നാണോ താങ്കൾ പറയുന്നത്? താങ്കൾ പാകിസ്ഥാന് വേണ്ടി ഇറാൻ സംസാരിച്ചു എന്നാണോ പറയുന്നത്? അതെ, അത് ഞാൻ പറഞ്ഞു. പക്ഷേ പാകിസ്ഥാന് വേണ്ടി ഇറാൻ ജമ്മു കാശ്മീർ വിഷയത്തിൽ പലപ്പോഴും ഐക്യരാഷ്ട്രസഭയിലടക്കം ഇന്ത്യൻ പക്ഷം നിന്നിട്ടുള്ള രാജ്യമാണ് ഇറാൻ. ഇടയ്ക്ക് അവരുടെ സ്വഭാവം മാറും, പല പ്രാവശ്യങ്ങൾ മാറിയിട്ടുണ്ട്. അല്ലാതെ ഇറാൻ പാകിസ്ഥാൻ പക്ഷത്ത് നിൽക്കുന്ന ഒരു രാജ്യമല്ല. 16 വർഷം മുമ്പുള്ളതായി പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനുമായി ഇറാനുള്ള ബന്ധത്തിൽ ഇന്ത്യയുമായിട്ടാണ് എല്ലാ കാലത്തും ചരിത്രപരമായി തന്നെ ഇറാന് ബന്ധമുള്ളത്, അല്ലാതെ പാകിസ്ഥാനുമായിട്ടല്ല. തീവ്രവാദികളെ വളർത്തിയവർക്ക് ആയുധം കൊടുത്ത് എന്നാ അത്ര നല്ല രാജ്യവുമല്ലത്. അപ്പോൾ ഈ ഇസ്രായേൽ കാണിക്കുന്നതൊക്കെ നല്ലതാണോ? നമുക്ക് ഇസ്രായേലിനെ വേണ്ടെന്ന്, പക്ഷെ ഇറാൻ അത്ര നല്ല രാജ്യമാണോ? ഞാൻ ചോദിച്ചതാ, ഇസ്രായേൽ കാണിക്കുന്നത് നല്ലതാണോ? അല്ലെന്നേ, അവരുടെ സ്വഭാവപ്രകാരം പറയാൻ പറ്റുമോ? ഈ ആനയ്ക്ക് മതം പൊട്ടണമല്ലേ അവര്? ആനയ്ക്ക് മതം പൊട്ടുന്നത് പോലെ ഏറ്റവും യോജിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചോ ആവും. അവർക്ക് തോന്നും രാവിലെ ഒരാളെ യുദ്ധം ചെയ്യാമെന്ന് തോന്നിയാൽ യുദ്ധം ചെയ്യും, രാവിലെ ചുങ്കം കൂട്ടാമെന്ന് പറഞ്ഞാൽ അപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ട്, യുദ്ധം ചെയ്താൽ പോരെ. എന്തെങ്കിലും കാര്യമില്ലാണ്ട് യുദ്ധം ചെയ്തോണ്ടിരിക്കോ? ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. താങ്കൾക്ക് ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ. ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? നമുക്ക് ഇന്ത്യയും ചൈനയും കൂടിയിട്ട് ഇനി ഇറാന്റെ കൂടെ വെക്കാം. അതോടുകൂടി ഈ ലോകം തീർന്നില്ല. ലോകം കൂടി ഉണ്ടാവുമോ?
നമ്മള് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ പറയണ്ടേ. ഇപ്പൊ ഇന്ത്യയും ചൈനയും കൂടിയിട്ട്, റഷ്യയും ചൈനയും ഇന്ത്യയും കൂടിയിട്ട് ഇറാനെ കൂടെ നിൽക്കാൻ നോക്കാം. അതോടുകൂടി പിന്നെ നമ്മൾ ഈ ഭൂമി ഉണ്ടാവൂല. ഇത് ശ്രീദാസൻ, അങ്ങനെയല്ല. അതിനകത്ത് മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഈ ലോകത്ത് 2 വൻ ശക്തികൾ ഉണ്ടായിരുന്ന സമയത്ത് ഒരു രാജ്യത്തിന് മേൽ ആക്രമണം നടത്തുമ്പോൾ മറ്റൊരു രാജ്യത്തിൻ്റെ സഹായമുണ്ട്. ഇപ്പോൾ ഇന്ത്യയെ തന്നെ നേരത്തെ ഒരാൾ തന്നെ ചൂണ്ടിക്കാണിച്ച പോലെ 7ാം കപ്പൽപ്പട അമേരിക്ക ഇങ്ങോട്ട് വിടും എന്ന് പറഞ്ഞപ്പോൾ കപ്പൽപ്പട ഇങ്ങോട്ട് വന്നോളൂ, പക്ഷേ മടങ്ങിപ്പോകുന്ന കാര്യം ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞതെന്തുകൊണ്ടാണ്? റഷ്യയുടെ സഹായം നമുക്ക് കിട്ടും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. മടങ്ങിപ്പോകാൻ അവർ കഴിയില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒരു ശക്തി ലോകത്ത് തിരിച്ചിടപെടാൻ ശക്തി ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഇത്തരം വിരട്ടലുകൾ പലപ്പോഴും നടക്കില്ല. അതല്ല ശരി, അത് ശരിയാണ്. അന്നത്തെ സാഹചര്യം, അന്നത്തെ പോലെ ലോക ശക്തികൾ അങ്ങനെ ഇടപെടാൻ തക്ക ശക്തികളില്ല. ഒന്നാം ലോക മഹായുധവും 2ാം ലോക മഹായുധങ്ങളും ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള ഞാനോ നീയോ വെല്ലുന്നത് നോക്കാനുള്ള യുദ്ധം. ഇന്ന് വർഗീയ കലാപം ഇത്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇപ്പൊ ജൂതന്മാരും ക്രൈസ്തവരും ബദ്ധ വൈരികളാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഇസ്രായേലിനെ കൂട്ട ക്രൈസ്തവർ മുഴുവൻ പിന്തുണക്കുന്നത്. ഇപ്പൊ ഷിയാക്കളും അഹമ്മദിയരും മുജാഹിദും ജമാഅത്ത് ഇസ്ലാമും കൂട്ട സുന്നികളെ വലിയ ശത്രുക്കളാണ്. ഇന്നിപ്പോ ഷിയാ മുസ്ലിങ്ങളാണ് ഇറാനിലുള്ളത്. ഈ ഷിയാ മുസ്ലിങ്ങളെ ഇവിടുത്തെ സുന്നികൾ ഉൾപ്പെടെ എല്ലാവരും പിന്തുണക്കുന്നത്. ഇതൊരു വർഗീയ കലാപം. കാരണം അമേരിക്കയും പിന്നെ ഇവരും കൂടെ നോക്കുന്നുണ്ട്, നെതന്യാഹു കൂടെ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാല് ഒരു മുസ്ലിം രാഷ്ട്രം ഇപ്പൊ ഇവര് അള്ളാഹുവിനെ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കൂട്ടർ ശ്രമിക്കുന്നത്, അത് വിടൂലാന്ന് മറ്റേ കൂട്ടർ പറയുന്നത്. ശരിക്കും ഇതൊരു വർഗീയ കലാപം. പക്ഷെ ആരെന്ത് പറഞ്ഞാലും ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇറാനെ പറ്റി പറയുമ്പോൾ ഭയങ്കര ചൂട് കാണുന്നില്ല. ഇവിടെ കുറെ കാലങ്ങളായിട്ട് റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം, ആടെ മരിക്കുന്ന മനുഷ്യന്മാരില്ലേ? അതെന്താ സുന്നത്തിയാണ് അവരാവേണ്ട? എല്ലാ മനുഷ്യരും, ലോകത്തെ എല്ലാ മനുഷ്യന്റെ അവസ്ഥ ഒരുപോലെ കാണണം. ഇവിടെ ഞാൻ പറയുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതൊക്കെ തകർക്കുന്ന വേണം. അല്ലെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു പ്രത്യേക ഒരു ചിന്തയുണ്ട്, അത് മാറ്റിയേ പറ്റും. കുറച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും ജീവിക്കണം. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനോ ഇല്ലാതെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവസരം ഉണ്ടാകണം. അപ്പോൾ രണ്ടു കൂട്ടരും ഇത് വർഗീയ കലാപമായിട്ട് തന്നെ നമ്മൾ കാണണം. നമുക്ക് മറ്റൊരു സുപ്രധാന വാർത്ത കൂടി വരുന്നുണ്ട്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തയായി വരുന്നത്. ഇസ്രയേൽ അമേരിക്കൻ സംയുക്ത സേനകൾ വധിച്ച ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിൽ അനുശോചനം അറിയിച്ച് ഇന്ത്യ. ഡൽഹിയിലെ ഇറാൻ എംബസിയിലെത്തി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയാണ് കണ്ടോളൻസ് ബുക്കിൽ ഒപ്പിട്ടത്, ഇന്ത്യയുടെ അനുശോചനം ഔദ്യോഗികമായി അറിയിച്ചത്. ഒപ്പം ഇറാൻ സ്ഥാനപതിയുമായി കൂടിക്കാഴ്ചയും നടത്തി. ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതി മുഹമ്മദ് ഹത്താലി CNN ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഇന്ത്യ ഇറാനൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പ്രതികരിച്ചു. എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അയത്തുള്ള അലി ഖമനേയും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു രാജ്യം ഇറാനുമായിട്ടുള്ളത് ചരിത്രപരമായ ബന്ധമാണ് ഇറാന് ഇന്ത്യക്കുള്ളത്. അങ്ങനെ ബന്ധമുള്ള ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനെ അയത്തുള്ള അലി ഖമനേയെ മറ്റ് 2 രാജ്യങ്ങൾ ചേർന്ന് വധിക്കുമ്പോൾ ഇന്ത്യ അക്കാര്യത്തിൽ ഇതുവരെയും അനുശോചനം അറിയിച്ചില്ല, അല്ലെങ്കിൽ പ്രതികരിച്ചില്ല എന്നുള്ള വലിയ വിമർശനം ഉയർന്നിരുന്നു. പ്രതിപക്ഷമടക്കം ഇന്ത്യൻ നിലപാടിനെതിരെ അതിരൂക്ഷമായി സോണിയാഗാന്ധി അടക്കം രംഗത്ത് വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ പ്രതികരണം വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ ആ വിമർശനത്തിന് അർത്ഥമില്ല. ഇന്ത്യയുടെ പ്രതികരണം അല്പം വൈകിയാണെങ്കിലും അവിടെ ഇന്ത്യയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നു. ഇസ്രായേൽ അമേരിക്കൻ സംയുക്ത സേനകളുടെ വധിച്ച ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയുടെ മരണത്തിൽ ഇന്ത്യ അനുശോചനം അറിയിച്ചിരിക്കുന്നു. ഡൽഹിയിലെ ഇറാൻ എംബസിയിൽ നേരിട്ടെത്തിയാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇറാൻ എംബസിയിലെ കണ്ടോളൻസ് ബുക്കിൽ ഒപ്പിട്ടത്, ഇന്ത്യയുടെ അനുശോചനം ഔദ്യോഗികമായി അറിയിച്ചത്. ഇതുവരെയും ഇന്ത്യ അനുശോചനം അറിയിക്കാത്തതിനെയും ഇതിനെ അപലപിക്കാത്തതിനെതിരെയൊക്കെ ചില പ്രതികരണങ്ങൾ വന്നിരുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിക്രം മിസ്രി ഡൽഹിയിലെ ഇറാൻ എംബസിയിൽ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം അവിടുത്തെ കണ്ടോളൻസ് ബുക്കിൽ ഇന്ത്യയുടെ ഔദ്യോഗികമായ അനുശോചനം എഴുതുകയാണ്. ഇന്ത്യ ആ ബുക്കിൽ ഒപ്പിട്ടുകൊണ്ട് അനുശോചനം അറിയിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ എന്തായാലും ഖമനേയുടെ കൊലപാതകത്തിൽ അദ്ദേഹത്തെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് വധിച്ചതിൽ ഇന്ത്യ അനുശോചനം അറിയിക്കുന്നു. ഇറാനോട് ഉള്ള ചരിത്രപരമായ ബന്ധം ഇന്ത്യ ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ. ഇത് വൈകിയതിൻ്റെ പേരിലാണ് വലിയ വിമർശനങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ നേരിടേണ്ടി വന്നത്. ഇപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തിൽ അനുശോചനം അറിയിക്കുന്നു. കാരണം ഇന്നലെ ഇതിൻ്റെ പശ്ചാത്തലം ഇന്ത്യ ഔദ്യോഗികമായി ക്ഷണിച്ച നമ്മുടെ ഒരു അഭ്യാസത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇറാൻ്റെ പടക്കപ്പൽ ഇന്ത്യയിലെത്തിയത്. ആ പടക്കപ്പൽ ഇന്ത്യയിൽ നിന്ന് മടങ്ങുന്ന വഴിയിൽ വെച്ചാണ്
ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കൻ തീരത്ത് നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് അമേരിക്കൻ ആണവ അന്തർവാഹിനിയിൽ നിന്നുള്ള ടോർപിഡോ ഉപയോഗിച്ചുകൊണ്ട് ആ കപ്പലിനെ തകർത്തത്. ഇന്ത്യ അമേരിക്കയും ഈ സംയുക്ത സൈനിക അഭ്യാസത്തിന് ക്ഷണിച്ചിരുന്നു. പക്ഷേ അമേരിക്ക വന്നില്ല. അമേരിക്ക തന്ത്രപരമായി തന്നെ മാറി നിൽക്കുകയായിരുന്നു. ഈ യുദ്ധത്തിന് ഇവിടെ വരുന്ന പടക്കപ്പലിനെ ആക്രമിക്കാനുള്ള തീരുമാനം അവർ മുൻകൂട്ടി എടുത്തിട്ടുണ്ടാവണം. സ്വാഭാവികമായും ഇന്ത്യ ആ വിഷയത്തിൽ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല എങ്കിൽ പോലും ഇന്ത്യക്ക് ആ കാര്യത്തിൽ കടുത്ത എതിർപ്പ് ഉണ്ട് എന്നതുകൂടി തെളിയിക്കുന്നതാണ്. ഇപ്പോൾ ഇത്ര ദിവസവും മിണ്ടാതിരുന്ന ഇന്ത്യ ഇപ്പോൾ നേരിട്ട് ഡൽഹിയിലെ ഇറാൻ എംബസിയിലെത്തി ഇന്ത്യ അയത്തുള്ള അലി ഖമനയുടെ കൊലപാതകത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗികമായ അനുശോചനം അറിയിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ നിലപാട് ഇതുവരെയും ചർച്ച ചെയ്തിരുന്ന ഒരു തരത്തിൽ വിവാദമായൊരു നിലപാട് ഇന്ത്യ വലിയൊരു തിരുത്തൽ വരുത്തിയിരിക്കുന്നു. തിരുത്തലിന് കാരണമായേക്കാവുന്ന ഇന്ത്യ ഔദ്യോഗികമായ അത്തരം പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും സ്വാഭാവികമായും ഇന്ത്യ ക്ഷണിച്ച് വന്ന ഒരു അതിഥി മടങ്ങിപ്പോകും വഴിക്ക് അമേരിക്ക ഒളിയുദ്ധം നടത്തി അവരെ തകർക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിൻ്റെ ഒരു പ്രതികരണം കൂടി ആവണം ഇതുവരെയും ഈ കാര്യത്തിൽ അനുശോചനം അറിയിക്കാതിരുന്ന ഇന്ത്യ. ഔദ്യോഗികമായി ഇന്ത്യൻ പ്രതിനിധിയെ ഇറാനിയൻ എംബസിയിലേക്ക് വിട്ട് അവിടുത്തെ കണ്ടോളൻസ് ബുക്കിൽ തന്നെ ഇന്ത്യയുടെ അനുശോചനം ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നത് ഏതെങ്കിലും ഒരു സമൂഹ മാധ്യമ കുറിപ്പിലൂടെയോ അല്ലെങ്കിൽ അല്ലാതെയോ അനുശോചനം രേഖപ്പെടുത്തുന്നതിന് പകരം നേരിട്ട് ഇറാനിയൻ എംബസിയിൽ ചെന്ന് അന്താരാഷ്ട്ര തലത്തിലൊക്കെ നയതന്ത്ര ബന്ധത്തിന് അതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ അനുശോചനം എങ്ങനെ അറിയിക്കുന്നു എന്നതിൽ പോലും പ്രാധാന്യമുണ്ട്. ഇറാനിയൻ എംബസിയിൽ ചെന്ന് ഇന്ത്യ ഇറാനുള്ള ഒരു പിന്തുണ, അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു എന്ന് ഇന്ത്യ അറിയിക്കുകയാണ്. സ്വാഭാവികമായും ഇന്നലെ ഇറാൻ പടക്കപ്പലിന് നേരെ ഉണ്ടായ അമേരിക്കയുടെ ഒളിയുദ്ധം പ്രയോഗം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടോർപിഡോ ഉപയോഗിച്ച് ഒരു യുദ്ധക്കപ്പൽ തകർക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു കപ്പൽ തകർത്തത് അതും ഇറാൻ്റെ തീരത്ത് വെച്ചോ അല്ലെങ്കിൽ യുദ്ധത്തിനായി വന്ന ഒരു കപ്പലല്ല തകർക്കുന്നത്, ഇന്ത്യയിലേക്ക് അതിഥിയായി വന്ന് മടങ്ങിപ്പോകും വഴിയാണ് തകർക്കുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ചും അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിൻ്റെ ഒരു പ്രതികരണം കൂടി ആവണം ഇപ്പോൾ ഇന്ത്യ കൃത്യമായ നിലപാട് ലോകത്തിന് മുന്നിൽ അറിയിക്കാൻ വേണ്ടി. ഇറാൻ എംബസിയിലേക്ക് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി എത്തുന്നു. വിക്രം മിസ്രി അവിടെ കണ്ടോളൻസ് ബുക്കിൽ ഇന്ത്യയുടെ അനുശോചനം എഴുതുകയാണ്. ഔദ്യോഗികമായി തന്നെ ഇന്ത്യ അനുശോചനം അറിയിക്കുന്നു. ഇറാൻ്റെ ദുഃഖത്തിൽ ഇന്ത്യ പങ്കുചേരുന്നു എന്നതുകൂടിയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അങ്ങനെ ഒരു സന്ദേശം കൂടി ഇന്ത്യ നൽകുന്നു. പൂർണ്ണമായും ഞങ്ങൾ ഇസ്രായേൽ പക്ഷത്തോ അമേരിക്കൻ പക്ഷത്തോ അല്ല, ഇറാനൊപ്പം, ഇറാൻ്റെ വിഷമത്തിൽ, ഇറാൻ്റെ ദുഃഖത്തിൽ, ഇറാന് നേരെ ഉണ്ടായ അനീതിയിൽ ഇന്ത്യയുടെ ഐക്യദാർഢ്യം കൂടി ഔദ്യോഗികമായി ഇന്ത്യ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയാണ് അവിടെ എത്തി അദ്ദേഹം ഈ അനുശോചനം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ശക്തമായ ഒരു നീക്കം കൂടിയാണ്. അതിനുശേഷം ഇറാനിയൻ പ്രതിനിധി നടത്തിയ പ്രതികരണവും വളരെ പ്രധാനമാണ്. വിക്രം മിസ്രി അവിടെ എത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച എത്തിയ ശേഷമാണ് ഈ പ്രതികരണം നടത്തുന്നത്. അവിടുത്തെ ഇന്ത്യൻ സ്ഥാനപതി മുഹമ്മദ് ഫത്താലിയാണ് പ്രതികരിച്ചത്. ഇന്ത്യ ഇറാനൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സ്ഥാനപതി അങ്ങനെ ഒരു പ്രതീക്ഷ കൂടി അദ്ദേഹം ഔദ്യോഗികമായി പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നുകൊണ്ടാണ് അതിലേക്ക് കടന്നത്. നമുക്ക് പൊതുവേദിയിലേക്ക് തന്നെ മടങ്ങാം. ശ്രീ അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ അജയകുമാർ, വളരെ സുപ്രധാനമായ ഒരു വിഷയമായിരുന്നു ഈ അയത്തുള്ള അലി ഖമനെ, ഇറാനുമായി ഇന്ത്യക്കുണ്ട ചരിത്രപരമായ ബന്ധം. ആ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തുമ്പോൾ ഇന്ത്യ അനുശോചനം അറിയിച്ചില്ല. അനുശോചനം അറിയിക്കേണ്ടതാണ്. നമ്മുടെ പരമ്പരാഗത സുഹൃത്തിന് മേൽ നടന്ന അനീതിക്കെതിരെ പ്രതികരിക്കേണ്ടതാണ്. എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ള വിമർശനമുണ്ടായിരുന്നു. ഇന്നലെ ഇന്ത്യയുടെ ക്ഷണപ്രകാരം ഇന്ത്യയിലെത്തി മടങ്ങിപ്പോകും വഴിയാണ് ആ പടക്കപ്പലിനെ അമേരിക്ക ഒളിയുദ്ധം വഴി ആക്രമിച്ച് നശിപ്പിക്കുന്നത്. സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതികരണം കൂടി ആവണം. ഇന്ത്യ ഇന്നിപ്പോൾ ന്യൂഡൽഹിയിലെ ഇറാൻ എംബസിയിൽ എത്തി നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി തന്നെ ഔദ്യോഗികമായി അനുശോചനം അറിയിക്കുകയും ഇറാൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും എല്ലാം ചെയ്യുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇന്നത്തെ വാർത്ത വളരെ വളച്ചൊടിച്ചാണ് താങ്കളിപ്പോ അത് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ പറയാം. ഇപ്പം ഇന്നത്തെ തന്നെ ഈ അനുശോചനം, സോണിയാഗാന്ധി എന്താണ് ആവശ്യപ്പെട്ടിരുന്നത്? അനുശോചനം അറിയിക്കാഞ്ഞത് എന്തെന്നല്ല സോണിയാഗാന്ധി പറഞ്ഞിരുന്നത്. നമ്മൾ ആ ആക്രമണത്തെ അപലപിക്കണം, ഇറാനൊപ്പം ചേരണം എന്നാണ് പറഞ്ഞത്, അല്ലേ? അവര് എഴുതി ആണല്ലോ. നമ്മൾ ഇപ്പൊ ഇന്ന് പോയി അനുശോചന കുറിപ്പ് അവിടെ എഴുതുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഇറാനൊപ്പം എന്ന് പറഞ്ഞതായിട്ട് താങ്കൾ കണ്ടോ കേട്ടോ?
നമ്മൾ അജയ്കുമാർ, ഒരു വലിയ ഒരു ചെറിയൊരു നിമിഷം എനിക്ക്. ഒരു രാജ്യത്തിന്റെ നേതാവ് കൊല്ലപ്പെടുന്നു, ആ രാജ്യത്തിന് ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ ഒന്നുകിൽ അനുശോചനം അറിയിക്കും, ചില രാജ്യങ്ങൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന അപ്പുറത്തേക്ക് ആ രാജ്യത്തിൻ്റെ പോരാട്ടത്തിൽ പിന്തുണ അറിയിക്കും, ചിലർ അതിൽ പങ്കാളികളാവും. അങ്ങനെ പലതരത്തിലാണ് അന്താരാഷ്ട്ര തലത്തിലെ ബന്ധങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ പോലെ ഒരു രാജ്യം ലോകത്ത് അമേരിക്ക ആയാലും റഷ്യ ആയാലും ചൈന ആയാലും അല്ലെങ്കിൽ ലോകരാജ്യങ്ങളാകമാനം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാന് മേൽ ഇവർ നടത്തുന്ന ആക്രമണത്തിൽ ഇന്ത്യയുടെ നിലപാടെന്താണ്? ഇന്ത്യ ഇതുവരെ അങ്ങനെ ഒരു നിലപാടും സ്വീകരിച്ചിരുന്നില്ല. ഇപ്പോൾ ഇന്ത്യ ഇതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു. ആ സ്റ്റെപ്പ് എടുത്തിരിക്കുന്നത് ഇറാൻ നേതാവ്, പരമോന്നത നേതാവിൻ്റെ മരണത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൽ ഇന്ത്യ അനുശോചനം അറിയിക്കുന്നു. ഞങ്ങൾ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് ഇന്ത്യ പറയുമ്പോൾ ഇന്ത്യ ലോകത്തിനാണ് സന്ദേശം കൊടുക്കുന്നത്. അത് ഇറാന് മാത്രം കൊടുക്കുന്ന സന്ദേശമല്ല. അതുകൊണ്ട് അതിനെ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചോ ഇല്ലയോ, അത് ഓരോരോ സ്റ്റെപ്പ് ഓരോ തരത്തിലാണ് വരുന്നത്. ഇന്ത്യ എന്ത് സ്വീകരിക്കണമെന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത്, ഇന്ത്യൻ ഭരണകൂടമാണ് തീരുമാനിക്കുന്നത്. ഭരണകൂടം എന്തായാലും ഇറാനോട് ഐക്യദാർഢ്യപ്പെടുന്നു ഈ വിഷയത്തിൽ. ഇനി പോരാട്ടത്തിൽ ഐക്യദാർഢ്യപ്പെടുന്നോ ഇല്ലയോ എന്നൊക്കെ ഇന്ത്യൻ ഭരണകൂടം തീരുമാനിക്കേണ്ടതാണ്. അതിനുശേഷം അല്ലാതെ നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, അങ്ങനെയാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നതെങ്കിൽ ഞാനതിനെ കാണുന്നത് ആ രാജ്യത്തെ ഭരണാധികാരി കൊല്ലപ്പെടുന്നു, വധിക്കപ്പെടുന്നു, അദ്ദേഹത്തിന്റെ ഖബർ ഇന്നടക്കം ചെയ്യുകയാണെന്ന് ഇന്നോ നാളെയോ. അപ്പം അതിനു മുമ്പായിട്ട് നമ്മൾ അവരുടെ എംബസിയിൽ പോയിട്ട് ഔദ്യോഗികമായിട്ട് സാധാരണ ഡിപ്ലോമാറ്റിക് റിലേഷൻ അങ്ങനെയാണ്, അവിടെ പോയിട്ട് നമ്മുടെ കണ്ടോളൻസ് മെസ്സേജ് എഴുതുന്നു. അത് അവിടെ കൊണ്ട് തീർന്നു. അത് നമ്മൾ അവരുമായിട്ടുള്ള ബഹുമാനപുരസരമായ ഇന്നലെ വരെ നാളെയും തുടരാൻ ഉദ്ദേശിക്കുന്ന ബന്ധത്തിന്റെ പേരിലാണ്. അതും അവർ ഇന്ന് അവരും മറ്റു രാജ്യങ്ങളുമായിട്ട് ഇറാനോ ഇസ്രയേലോ അമേരിക്കയോട്ട് നിലനിൽക്കുന്ന വിഷയത്തിൽ നമ്മളൊരു പങ്കാളിയെ അല്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊന്ന്. രണ്ടാമത്, കിരൺ തുടക്കത്തിൽ പറഞ്ഞു കാശ്മീർ വിഷയത്തിൽ അനുകൂലമായ നിലപാട് ഇറാൻ എടുത്തു. ഏത് വിഷയത്തിലാണ് കാശ്മീർ വിഷയത്തിൽ ഇറാൻ അനുകൂലമായ നിലപാടെടുത്തതെന്ന് പറയാമോ? ശ്രീ അജയ്കുമാർ, എനിക്ക് ദീർഘമായി പറയാനുള്ള സമയമില്ല. ശ്രീ അജയ്കുമാർ, താങ്കൾ തന്നെ ഗൂഗിൾ ചെയ്താൽ താങ്കൾക്ക് ഇപ്പോൾ ഇത്തരം വിവരങ്ങളെല്ലാം ലഭ്യമാണ്. ഐക്യരാഷ്ട്രസഭയിലടക്കം ഇറാൻ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് എടുത്തിട്ടുള്ള രാജ്യമാണ് ഇറാൻ. അതേ ഇറാൻ തന്നെയാണ് അബോർഗേഷൻ ഓഫ് ആർട്ടിക്കിൾ 370 ശക്തമായി എല്ലാം. ഞാൻ പറഞ്ഞില്ലല്ലോ ഇറാൻ ഏതെങ്കിലും തരത്തിൽ എല്ലാ കാലത്തും ഇറാൻ ഇന്ത്യൻ പക്ഷത്ത് നിൽക്കുന്ന രാജ്യമാണെന്നോ എന്ന് പറയാം. സുപ്രധാന വിഷയങ്ങളിൽ ഇറാനും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ്. ഇറാൻ ഒരിക്കലും ഇന്ത്യയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന രാജ്യമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇറാനെ നടക്കുന്നതെല്ലാം നല്ലതാണെന്നോ അല്ലെങ്കിൽ ഇറാൻ ലോകത്തെ മികച്ച രാജ്യമാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. നമ്മളുമായി നല്ല സൗഹൃദത്തിലുള്ള രാജ്യമാണ് ഇറാൻ. അത് ഇപ്പോഴല്ല, ചരിത്രപരമായി തന്നെ സൗഹൃദമുള്ള രാജ്യമാണ് തന്നെയാണ്. നാളെ അതുപോലെ തന്നെ നിലനിൽക്കും. അതിന്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കണം, നമ്മുടെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക സ്രോതസ്സും ഏറ്റവും കൂടുതൽ ഊഷ്മളമായി ബന്ധമുള്ളതും ഗൾഫ് രാഷ്ട്രങ്ങളാണ്. നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ മുഴുവൻ ഇറാനെതിരാണ്. നമ്മൾ ഇറാനുമായിട്ട് കൈകോർത്ത് കഴിഞ്ഞാൽ ഈ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് സാങ്കല്പികമായിട്ടൊന്ന് ചിന്തിക്കൂ, ഒരു തിരിച്ചടി ഉണ്ടായാൽ താങ്ങാൻ പറ്റുമോ ഭാരതത്തിന്? പറയും സോണിയാഗാന്ധിക്കൊക്കെ. ശ്രീ അജയ്കുമാർ, ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധവും ഇറാനുമായിട്ടുള്ള ബന്ധവും ഒക്കെ ഒരേപോലെ കൊണ്ടുപോകുന്ന രാജ്യമാണ് എത്രയോ കാലമായി ഇന്ത്യ. അല്ലാതെ ഇറാനുമായി ബന്ധമുള്ളതിന്റെ പേരിൽ ഗൾഫ് രാജ്യങ്ങളാകെ ഇന്ത്യക്കെതിരെ തിരിയുമെന്നൊക്കെ പറയുന്ന ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ശത്രുത ആലോചിച്ചാൽ ഇന്ത്യക്ക് എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള ഇന്ത്യയെ ശത്രുപക്ഷത്തു നിന്നുള്ള രാജ്യം അമേരിക്കയാണ്. ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിലെല്ലാം പാകിസ്ഥാൻ എല്ലാവിധ ആയുധം നൽകിയും സാമ്പത്തിക സഹായം നൽകിയും എല്ലാ സഹായം ചെയ്തിട്ടുള്ള രാജ്യം ഇന്ത്യയാണ്. പാകിസ്ഥാൻ ഇന്റലിജൻസ് സേവനം അടക്കം കൊടുത്തിട്ടുള്ള രാജ്യം അമേരിക്കയാണ്. ആ അമേരിക്കയുമായി നമ്മളിപ്പോൾ തന്ത്രപരമായ ബന്ധത്തിലാണ്. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ പല കാലത്തും മാറുകയും തിരികുകയും ഒക്കെ ചെയ്യും. തന്ത്രപരമായ നിലപാട് ചിലപ്പോൾ സ്വീകരിക്കും. ശക്തർ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അതിൽ ഇടപെടില്ല, അവരെക്കാൾ ദുർബലരാണെങ്കിൽ ഇടപെടില്ല. അത്തരം കാര്യങ്ങളൊക്കെ ലോകത്തുണ്ട്. അല്ലാതെ ഇതൊരു ഒന്നുകിൽ ശത്രു അല്ലെ മിത്രം അങ്ങനെയൊന്നും അല്ല ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം. ഇതൊരു ഘടകമാണ്. ഇപ്പോൾ അവർക്ക് അനുശോചനമെങ്കിൽ നമ്മൾ രേഖപ്പെടുത്തി, അപ്പോൾ ഞങ്ങൾ അവരെ തള്ളിക്കളയുന്നില്ല. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നിങ്ങളുടെ പോരാട്ടത്തിൽ ഞങ്ങൾ പിന്തുണയൊന്നും ഇന്ത്യ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ നാളെ പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയുമില്ല. അതാ ഞാനും അത്രേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. നമ്മളവിടെ പോയി അനുശോചനക്കുറിപ്പ് എഴുതുന്നു, അത് എഴുതേണ്ടത് തന്നെയാണ്, എഴുതുകയും ചെയ്യും. അത് എഴുതി കഴിഞ്ഞു, അത് അവിടെ കൊണ്ട് തീർന്നു എന്ന് കരുതി നാളെ നമ്മൾ അവിടെ കൊണ്ട് തീർന്നു എന്നൊന്നും നമുക്ക് ഞാൻ എന്തായാലും പറയാൻ തൽക്കാലം ആളല്ല ശ്രീ അജയ്കുമാർ. ഇന്ത്യ നാളെ എടുക്കുന്ന ഇന്ത്യയിൽ ഇതിനെ ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം അജയ്കുമാറിന് തന്നെ അറിയാമല്ലോ. ഇന്ത്യ ക്ഷണിച്ച് ഇന്ത്യയിലേക്ക് വന്ന ഒരു പടക്കപ്പൽ ഇവിടെ അമേരിക്കയും ക്ഷണിച്ചതാണ്. അമേരിക്കക്കാർ ബുദ്ധിപരമായി വരാതെ മാറി നിന്നിട്ട് ഇവിടെ വന്നിട്ട് മടങ്ങുന്ന വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ആ പടക്കപ്പലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ ഇന്ത്യയെ പോലെ രാജ്യത്തിന് അത് അംഗീകരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും അതിന്റെ പ്രതികരണമാവും ഇന്നിപ്പോൾ വേഗത്തിൽ പോയി ഈ അനുശോചനം കൊടുത്തതെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിൽ ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇന്നിപ്പോൾ ഇതുവരെ അനുശോചനം അറിയിക്കാതിരുന്ന ഇന്ത്യ അനുശോചനം അറിയിച്ചു. ഇന്ത്യയുടെ അതിർത്തി കൂടിയാണ് ഇതിൽ വെളിപ്പെടുത്തുന്നതാണ് നമുക്ക് പുറത്തു നോക്കുമ്പോൾ വ്യാഖ്യാനിക്കാൻ കഴിയുക.
ഓക്കെ, അതിനോടൊരു മറുപടി പറയാം. ഇപ്പൊ അമേരിക്കയെ ക്ഷണിച്ചു, അമേരിക്ക വന്നില്ല. അപ്പൊ അമേരിക്ക നേരത്തെ തീരുമാനിച്ചിരിക്കുക ഇറാനുമായിട്ട് അടി ഉണ്ടാകാൻ പോകുന്നത്. ആ വിഷയം അങ്ങോട്ട് വിടട്ടെ. പക്ഷെ ഇന്ത്യ ക്ഷണിച്ചു, ഇവിടെ വന്നു, ട്രെയിനിങ് അവര് നമ്മുടെതായിട്ടുള്ള എക്സസൈസ് കഴിഞ്ഞ് തിരിച്ചുപോയി. അത് കാലാകാലങ്ങളിൽ നമ്മൾ പലയിടത്തും പോകും, അവിടെ ഇങ്ങോട്ടും വരുന്നു. അവർ ഇവിടുന്ന് പോയി ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്കും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ ചെന്ന് അവർക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായാലും അവരെ ആരെങ്കിലും വെടിവെച്ചാലും നമ്മുടെ അതിഥി നമ്മുടെ രാജ്യത്ത് വന്നിട്ട് മടങ്ങി പോകുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്രീ അജയ്കുമാർ, അങ്ങനെയൊന്നുമില്ല. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അമേരിക്ക ഒരു രാജ്യത്തെ ക്ഷണിച്ചിട്ട് അമേരിക്കയിൽ പോയി ആ രാജ്യത്തെ പടക്കപ്പൽ വഴിയിൽ വെച്ച് മറ്റൊരു രാജ്യം ആക്രമിച്ചിട്ടാൽ അത് അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള ധൈര്യം ആരെങ്കിലും കാണിക്കുമോ? ഇല്ലല്ലോ. അതൊന്നും പറയണ്ട. ലോകത്ത് ശക്തന്മാരായ ആളുകളാണെങ്കിൽ ആ ശക്തന്മാർക്ക് മുന്നിൽ എല്ലാവരും കവാത്ത് മറന്ന് മാറി നിൽക്കും. അല്ല, നമ്മൾ ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ അതൊക്കെ സാങ്കേതികമായി പറയാം. ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ കയറിയത് കൊണ്ടാണ് വന്നത്. ശ്രീലങ്കക്കാർ എന്ത് കണ്ടിട്ടാണ് അവർ ഓടിച്ചെന്ന് സഹായത്തിന് എന്നില്ലേ? അപ്പൊ അതൊക്കെ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അല്ല, ഞാൻ പറയുന്നതല്ല. നിങ്ങളെ ഉൾപ്പെടെയുള്ള പല ചാനലുകളിലും, ഇംഗ്ലീഷ് ചാനലുകളിലും മറ്റ് ചാനലുകളിലും നേവൽ വെറ്ററൻസ്, ആർമി വെറ്ററൻസ് ഒക്കെ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നതല്ല. ശരിയാണ്, ഞാൻ തെറ്റാണെന്ന് പറഞ്ഞില്ല. ഇത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വ്യാഖ്യാനിക്കാൻ ഇപ്പോഴത്തെ വ്യാഖ്യാനം എന്താണ്? നമ്മൾ ഇറാനുമായിട്ട് ചേരണം, ഗൾഫിൽ നിന്ന് നമുക്കൊരു തട്ട് കിട്ടണം. ഇതാണ് ഇപ്പോഴത്തെ തട്ട് കിട്ടുന്നതും ഇറാനുമായി ചേരുന്നതും അന്താരാഷ്ട്ര ബന്ധമുണ്ട് എനിക്ക് തോന്നുന്നു. ഏതായാലും ഗൾഫ് മലയാളികളും ഗൾഫ് ഇന്ത്യക്കാരും അതിനോട് യോജിക്കുന്നില്ല. ഗൾഫിലെ മലയാളികളും ഗൾഫിലെ രാജ്യങ്ങളും ഇറാനുമായിട്ട് ഇപ്പോൾ നടത്തുന്ന ഒരു യുദ്ധത്തോട് തന്നെ യോജിക്കുന്നവരല്ല. അവർ ആ മേഖലയിൽ സമാധാനം ആഗ്രഹിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. ആ രാജ്യങ്ങൾക്കൊന്നും അങ്ങനെ സ്വന്തമായി വലിയ യുദ്ധ സന്നാഹങ്ങളോ ആയുധ ശേഖരമോ അല്ലെങ്കിൽ യുദ്ധശേഷിയോ ഒന്നും രാജ്യങ്ങളല്ല. അവർ സമാധാനമായി ജോലി ചെയ്ത് അവിടെ എണ്ണയൊക്കെ ഖനനം ചെയ്ത് ജീവിക്കുന്ന രാജ്യങ്ങളാണ്. അവർക്ക് യുദ്ധത്തിൽ താല്പര്യമുള്ള രാജ്യങ്ങളല്ലേ ഈ GCCയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നും തന്നെ. ഈ GCCയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നും ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വലിയ മിലിറ്ററി സമ്പത്തും കാര്യങ്ങളും ഒന്നും ഉള്ളവരല്ല. അവരവിടെ സമാധാനപരമായിട്ട് ജീവിക്കുന്നത് അമേരിക്കയുടെ കുടക്കീഴിൽ തന്നെയാണ്. അവിടെ ഇന്ത്യക്കും ബന്ധമില്ല, റഷ്യക്കും ബന്ധമില്ല, അമേരിക്കയുടെ കുടക്കീഴിൽ തന്നെയാണ്. അതാദ്യം മനസ്സിലാക്കൂ. അമേരിക്ക അവരെ സംരക്ഷിക്കാൻ വേണ്ടി നൽകുന്ന ഒരു പ്രത്യേക ആനുകൂല്യമൊന്നും അല്ലല്ലോ. അവർക്ക് ഈ ഏഷ്യൻ മേഖലയിലേക്ക് തൊട്ടടുത്ത് ചൈന കിടക്കുന്നു, ഇന്ത്യ കിടക്കുന്നു. അതുകൊണ്ട് അവിടെയൊക്കെ കടന്നു കയറാൻ വേണ്ടി മിലിറ്ററി ബേസ് ഉണ്ടാക്കണമെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ സഹായിച്ച് നിൽക്കണം. അല്ലാതെ അവരുടെ സഹായം നേടുന്നത് ഈ രാജ്യങ്ങളെ ആകെ ഞങ്ങൾ രക്ഷിച്ചേക്കാം എന്ന് പറഞ്ഞ് വരുന്നതല്ലോ. അല്ല, ഒരു 40 വർഷം മുമ്പ് ഇതൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് നമ്മൾ ചെയ്തില്ല? അല്ലെ, റഷ്യക്ക്, സോവിയറ്റ് യൂണിയന് ചെയ്യാമായിരുന്നു. അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നല്ലോ, USSR ഉണ്ടായിരുന്നല്ലോ, അവർക്ക് ചെയ്യാമായിരുന്നു. ചൈന എന്ന അത്രയും വലിയ ശക്തിയല്ല, USSRന് ചെയ്യാമായിരുന്നല്ലോ. അപ്പൊ അവരാരും ചെയ്തില്ല. അല്ല, അതൊക്കെ താങ്കൾ പറഞ്ഞത് ശരിയാണ്. ചെയ്തില്ല എന്നുള്ളതും ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്നില്ലെന്ന് വിമർശനം വരുന്നതും താങ്കൾ ഇപ്പോൾ വിമർശിച്ച പോലെ തന്നെയാണ്. എല്ലാവരുടെയും കാര്യത്തിലൊക്കെ വിമർശനങ്ങളുണ്ട്. അത് ആ കാലത്ത് ചെയ്യാതിരുന്നതിനൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇറാഖ് കുവൈറ്റ് ആക്രമിച്ച് കീഴടക്കി. ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിച്ച് കീഴടക്കി. ആ രാജ്യത്ത് പോയി ഇറാഖിനെ വെളിപ്പിടിച്ച് കളഞ്ഞിട്ട് ലിബറേറ്റ് ചെയ്തെടുത്തത് അമേരിക്ക. ഞാൻ അമേരിക്ക എന്ത് ലിബറേറ്റ് ചെയ്തെന്നാണ് ശ്രീ അജയ്കുമാർ പറയുന്നത്? ഇറാഖിന്റെ അവസ്ഥ എന്തായി? ഞാൻ പറഞ്ഞത് കുവൈറ്റ് വിട്ടില്ലേ? കുവൈറ്റ് എന്ന് പറഞ്ഞ രാജ്യത്തിന് ആ രാജ്യം തിരിച്ചു കിട്ടിയില്ലേ? അജയ്കുമാർ, എന്ത് ലിബറേഷൻ ആണ് അവർ ഇറാഖിൽ നടത്തിയത്? എന്തായി ആ രാജ്യത്തിന്റെ അവസ്ഥ? അമേരിക്ക ഇടപെട്ട് നന്നാക്കിയെടുത്ത ലോകത്തെ ഒരു രാജ്യത്തിനെങ്കിലും പേര് താങ്കൾക്ക് പറയാമോ? അപ്പൊ കുവൈറ്റോ? ഞാൻ ചോദിച്ചത് കുവൈറ്റാണ് അവർ ഇടപെട്ടത്. അവരിടപെട്ടത് ഇറാഖിനെ അല്ലേ നശിപ്പിച്ചത്? ഇറാഖിനെ നശിപ്പിച്ചിട്ട് സദ്ദാം ഹുസൈന് രാസായുധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ രാസായുധം എവിടെ ആയിരുന്നു? ഏത് രാസായുധമായിരുന്നു ഉണ്ടായിരുന്നത്? എന്തായി അവസ്ഥ? അഫ്ഗാനിസ്ഥാനിൽ വന്നിട്ട് താലിബാനെതിരെ പോരാടിയിട്ട് എന്തായി? താലിബാൻ ഭരണകൂടത്തെ അവിടെ വാഴിച്ചു. അതിനപ്പുറം എന്താ ഉണ്ടായി? ലോകത്ത് ഏത് രാജ്യത്ത് പോയിട്ടാണ് അമേരിക്ക അവിടെ സമാധാനം ഉണ്ടാക്കി ആ രാജ്യത്തെ നന്നാക്കിയിട്ടുള്ളത്? അമേരിക്കയ്ക്ക് എന്നും അവരുടെ കണ്ണുണ്ട്. ഇപ്പോൾ തന്നെ എന്തിനാണ് ചെയ്യുന്നത്? ചൈനയുമായി ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഇന്ധന വ്യാപാരമുള്ള ഒരു രാജ്യമായിരുന്നു വെനസ്വേലയെ കീഴ്പ്പെടുത്തി. മറ്റൊരു രാജ്യമാണ് ഇറാൻ. ഇപ്പോൾ ഇറാനിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ, ഇന്ത്യക്കടക്കം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടുന്ന രാജ്യമാണ് ഇറാൻ. അപ്പോൾ അവിടെ വന്ന് അവർ ഇടപെടുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരുപാട് സാമ്പത്തിക താല്പര്യങ്ങളും അവരുടെ താല്പര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും അറിയാതെ നമ്മളിങ്ങനെ അമേരിക്കയുടെ മഹത്തായ സേവനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശേഷിപ്പിച്ചാൽ എന്ത് പറയാനാണ്? കിരണേ, അമേരിക്കയുടെ മഹത്തായ സേവനത്തിന് ഞാൻ വിശേഷിപ്പിച്ചില്ല, ഞാൻ ഒരിക്കലും വിശേഷിപ്പിക്കുന്നുമില്ല. ഞാൻ ചില കാര്യങ്ങൾ, ചിലർക്ക് സാമ്പത്തികമായിട്ടും ആയുധപരമായിട്ട് ശക്തിയുള്ളത് നമ്മൾ കാണാതെ പോകരുത്. നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഇറാഖാണ് കുവൈറ്റ് അതിക്രമിച്ച് കീഴടക്കിയത്. കുവൈറ്റ് എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ലാതായി. ഞാൻ അന്ന് അവിടെ ജോലി ചെയ്താണ്. എന്താണ് പറയുക, ക്ലോക്ക് ടൈം എല്ലാം തന്നെ തിരിച്ചു വെച്ചു. ദർ ഈസ് നോ മോർ കുവൈറ്റ് എക്സിസ്റ്റിംഗ് എന്നാണ് അവർ പറഞ്ഞത്. ആ രാജ്യത്ത് നിന്ന് ഇറാഖി പട്ടാളത്തിനെ പിടിച്ച് വെളിയിൽ കളഞ്ഞിട്ട് കുവൈറ്റ് ഭരണാധികാരിയെ തിരികെ കൊണ്ടുവന്ന് ഇതാണ് നിങ്ങളുടെ രാജ്യം, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞത് അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് അതിനകത്തിൽ എല്ലാം വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ്, അന്നും ഇന്നും എല്ലാം. പക്ഷെ ഇത് ചൈനയെ കൊണ്ട് കഴിഞ്ഞോ, റഷ്യയെ കൊണ്ട് കഴിഞ്ഞോ, അടുത്ത് കടന്ന് ഇന്ത്യയെ കൊണ്ട് കഴിഞ്ഞോ? ഇല്ലല്ലോ.
അപ്പൊ ഈ ചില കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. ഒരു പക്ഷേ അന്ന് കുവൈറ്റിൽ നിന്നും ഇറാഖ് ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഗൾഫിന്റെ ഇന്നത്തെ സ്ഥിതി എന്തായിരിക്കും? മറ്റൊരു ഇറാനോ ഇറാഖോ ആയി പോകുമായിരുന്നു ഗൾഫ് കൺട്രീസ് കംപ്ലീറ്റ്. അപ്പൊ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എത്ര കണ്ട് അതിനെ ബാധിക്കുമായിരുന്നു? ചിന്തിച്ചു നോക്കൂ പല കാര്യങ്ങളും. അപ്പൊ നമ്മൾ അമേരിക്കയെ വിമർശിക്കുമ്പോൾ അവർ ചെയ്ത ചില കാര്യങ്ങളിലൂടെ നമ്മൾ അതിനെ അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞ അതേ ലോജിക്കിൽ തന്നെ എൻ്റെ ഒരു സംശയമാണ്. ഈ കാലാകാലങ്ങളിൽ ഇന്ത്യയെ പോലെ രാജ്യത്തിന് പാകിസ്ഥാനായിട്ട് രാജ്യവുമായി ഒരു സംഘർഷം ഉണ്ടായാൽ ഒരു തരത്തിലും പാകിസ്ഥാന് അങ്ങനെ സ്വന്തം നിലയിലാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു രാജ്യമേ അല്ല. ഇന്ത്യ അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി ആ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ശീലമോ അല്ലെങ്കിൽ അങ്ങനെ യുദ്ധത്തിന് പോകുന്ന ശീലമോ ഉള്ള രാജ്യവുമല്ല. ഇന്ത്യക്ക് പ്രതിരോധം എന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് ഇന്ത്യ അങ്ങനെ ലോകം കീഴടക്കാൻ നടക്കുന്ന രാജ്യമല്ല. ഈ പാകിസ്ഥാൻ ഈ കണ്ട കാലം മുഴുവൻ സാമ്പത്തിക സഹായം നൽകി, ആയുധ സഹായം നൽകി, ഇന്റലിജൻസ് സഹായം നൽകി, അവിടെ തീവ്രവാദികളെ വളർത്തി, ഇതിനെല്ലാവിധ സഹായം നൽകിയ രാജ്യം ഏതാണ്? ആ പാകിസ്ഥാൻ ഈ സഹായമെല്ലാം നൽകിയില്ലായിരുന്നെങ്കിൽ ഇന്ത്യ സാമ്പത്തികമായി എത്രയോ മുന്നിൽ പോയേനെ. നമ്മുടെ സമ്പത്തിൻ്റെ, സമയത്തിൻ്റെ, നമ്മുടെ ചെലവിൻ്റെ ഒക്കെ എത്രയോ പങ്ക് നമുക്ക് ഇതിനു വേണ്ടി നീക്കി വെക്കേണ്ടി വന്നു. അപ്പോൾ ഇന്ത്യയുടെ വളർച്ചയെ പിന്നോട്ടടിച്ചാൽ ഒരു പങ്ക് അമേരിക്കയുണ്ടെന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ കഴിയുമോ? 101% നിഷേധിക്കാൻ കഴിയില്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനി നമ്മൾ പറഞ്ഞു പോകേണ്ടി വരും. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏറ്റവും കൂടുതൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് പാകിസ്ഥാനെയാണ്. ചരിത്രം എടുത്ത് നോക്കൂ. നമ്മുടെ സമയം ഒരുപാടാകുന്നതുകൊണ്ടാണ് താങ്കളുടെ വിഷയത്തിൽ അജയകുമാർ ഇടപെടുന്നത്. വിഷയം സംസാരിക്കണമെന്നൊക്കെ താല്പര്യം എനിക്കും ഉണ്ടായിരുന്നു, പക്ഷേ ഒരുപാട് പേർ വെയിറ്റ് ചെയ്യാണ്. ശ്രീ കെ ജി കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ കെ ജി കുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? ശ്രീ കെ ജി കുമാർ കേൾക്കാമോ? ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത് നിന്നും. ശ്രീ ശിവദാസൻ, നമസ്കാരം. ഇറാന്റെ ഒരു പടക്കപ്പൽ അടിച്ചിട്ടു, അവർ തിരിച്ച് ഒരു എണ്ണക്കപ്പലിന് തീ വെച്ചു എന്ന് അവർ അവകാശപ്പെടുന്നു. സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും മേഖല കൂടുതൽ സംഘർഷത്തിലേക്കാണോ പോകുന്നത്? ഇറാന്റെ പടക്കപ്പൽ ഇന്ത്യ അറിഞ്ഞ് തന്നെയാണ് അവരിവിടെ പരിശീലനം വന്നത്. ആ സമയത്ത് ഇവിടെ യുദ്ധം തുടങ്ങിയിട്ടില്ല. ആർക്കറിയാൻ പാടില്ലായിരുന്നു. ചിലപ്പോൾ ഇവർക്ക് ഇതിപ്പം അമേരിക്കയും ഇസ്രായേലിക്കും അറിയാൻ സാധിക്കും, യുദ്ധം ഉണ്ടോ അറിയാൻ സാധിക്കും. ഇന്ത്യക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് തിരിച്ചു പോകുന്ന സമയത്ത് തടുക്കാമായിരുന്നു. ആ സമയത്ത് അത് ഇന്ത്യ സമുദ്ര അതിർത്തി വിട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അവിടെ വെയിറ്റ് ചെയ്യാൻ പറയണം. അപ്പൊ അവര് രാജ്യം വിളിച്ചപ്പോൾ ഇത്രയും പെട്ടെന്ന് അവിടെ പ്രതികരിക്കാൻ വേണ്ടി അവർ പോയി. പിന്നെ കാര്യം മനസ്സിലാക്കേണ്ട കിരൺ ബാബു, 40 വർഷം മുമ്പ് ഇരുന്ന ഇറാഖ് എന്ന് പറഞ്ഞാല് നമ്മളെ ഇന്ത്യയും ഇറാഖും ഒരു മക്കളെ പോലെയായിരുന്നു. അന്നത്തെ ഭരണാധികാരി മഹാത്മാഗാന്ധിയെ പോലെ ഭരണാധികാരിയായിരുന്നു. അന്ന് ചെറു വിപ്ലവം സൃഷ്ടിച്ച് ഇന്ന് മരണപ്പെട്ട അധികാരികൾ അവിടെ വർക്ക് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിടിച്ചേർത്ത ഭരണം കിട്ടി 36,000 പേരാണ് ഇറാൻ അന്ന് വെടിവെച്ച് കൊന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ അല്പം മാറി നിന്നത്. മറ്റു രാജ്യങ്ങളും പെട്ടെന്ന് കൈകൊടുക്കാത്ത അതുകൊണ്ട് മാറി നിന്നത്. പിന്നെ ഇപ്പോ ഇറാഖിന് വേണ്ടി ചെറിയ അനുശോചനം ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ യുദ്ധത്തിന് വേണ്ടി സപ്പോർട്ട് കൊടുക്കുമെന്ന് എനിക്ക് വിശ്വാസം വരുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും ഫോറിൻ കൺട്രിയിലെ കൈകാര്യം ചെയ്യുന്നത് മലയാളികൾ, ഇന്ത്യക്കാർ ഏകദേശം 90 ലക്ഷം പേര് വർക്ക് ചെയ്യുകയാണ്. ഈ 90 ലക്ഷം പേര് വർക്ക് ചെയ്യുമ്പോൾ എത്ര കുടുംബക്കാർ ജീവിച്ചു പോകുന്നത് മനസ്സിലാക്കണം. അപ്പൊ ആ സ്ഥലത്ത് അന്നവും ആഹാരവും വസ്ത്രവും സമാധാനം കൊടുക്കുന്നിടത്ത് ഇറാഖ് എന്ന രാജ്യത്തിനെ ഒതുക്കാൻ അമേരിക്ക കിട്ടിയ ഏറ്റവും ഒരു അവസരമാണ്. അവർ കാണുന്നത് തെറ്റായിരിക്കാം. കാരണം ഈ വിമാനം മാർക്കം, ആകാശമറി മാർക്കമേ അവർ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. ആര് പറ്റിക്കുള്ളൂ? ഇറാന് പറ്റുള്ളൂ. കരമാർക്കം വന്നാൽ ലോകം ഒട്ടാകെ വന്നാൽ പോലും ഇറാൻ തൊടാൻ പറ്റൂല. കാരണം അവിടുത്തെ ഭൂമിയുടെ രീതി അങ്ങനെയാണ്. അത് എല്ലാവർക്കും അറിയാം. അത് അമേരിക്കയ്ക്ക് അറിയാം. അത് അവര് പ്രകൃതി കൊടുത്തൊരു വരമാണ്. അവിടുത്തെ അള്ളാഹ് വിശ്വസിക്കുന്ന അവർ വിശ്വസിക്കുന്ന അങ്ങനെയാണ്. അവർ കൊടുത്ത് എല്ലാ സമ്പത്തും കൊടുത്തു. ഇന്ന് അവിടെയുള്ള ഇറാഖുകാരൻ ജോലി ചെയ്താൽ 1 മാസം ജോലി ചെയ്ത് എന്റെ പൊന്നു സഹോദര 15 ദിവസം ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല. അത്ര ദാരിദ്ര്യത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ അവിടെയുള്ള ഈ 9 കോടി ജനങ്ങൾ ഉള്ളതില് 35 കോടി ചില ആൾക്കാർ ഈ ഇപ്പൊ മരണപ്പെട്ട ഭരണാധികളെ ബന്ധുക്കളും അനുഭവിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അവിടെ കൈപ്പറ്റിക്കും ആഹാരം കഴിച്ചുകൊണ്ടിരുന്നു. എല്ലാ ആനുകൂല്യം പറ്റിക്കൊണ്ടിരുന്നത്. സാധാരണ അവിടെ പാർപ്പണ്ടറുണ്ട്, പെയിന്ററുണ്ട്, കൃഷിക്കാരനുണ്ട്, ഡ്രൈവറുണ്ട്, പല മേഖലയുണ്ട്. പക്ഷെ അവര് കഷ്ടപ്പെട്ട് 1 മാസം ജോലി ചെയ്താൽ 15 ദിവസം ആഹാരം കഴിക്കാൻ പറ്റാത്ത രാജ്യമായി മാറി. അങ്ങനെ മാറ്റിയെടുത്ത് ഈ ഇപ്പോഴെല്ലാം മരണപ്പെട്ട അധികാരികൾ തന്നെയാണ്. അതിനൊരു അറുതി വരുത്താൻ വേണ്ടിയാണ് ഒരു അവസരം ഇത് കൊണ്ടുവച്ചത്. പക്ഷെ ഒരു കാര്യം, ഒരിക്കലും യുദ്ധം പരിഹാരമല്ല. ഭൂമി ഒന്നേ ഉള്ളൂ. ആ ഭൂമിയിൽ പല മതക്കാർ കാണും, പലപ്പെട്ട രാഷ്ട്രീയങ്ങൾ കാണും, രീതിയും കാണും. നമുക്ക് തരുന്ന ജലമായാലും ഭക്ഷണങ്ങളായാലും എല്ലാം ഒരേപോലെ എടുക്കാനാണ്. അതിനെയാണ് നമ്മൾ അധികാരികളെ കയറ്റി വെച്ചിരിക്കുന്നത്. അവിടെ ഓരോ സ്ഥാനത്ത് ഈ യുദ്ധം തുടങ്ങും മുമ്പ് എല്ലാം വളഞ്ഞിരുന്ന് സത്യസന്ധമായ രീതിയിൽ ആത്മാർത്ഥത്തോടി ആലോചിച്ചിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ഇത് ഇസ്രായേൽ എന്ന
ക്രൂരമായ രക്തരാസസ്ഥമായ രാജ്യമാണ് ഈ ലോകം നശിപ്പിക്കുന്നത്. അമേരിക്കയ്ക്ക് അത് ആപത്താറ്റേ മാറും, സംശയമൊന്നും വേണ്ട. അമേരിക്ക ഇപ്പൊ ഒരു ലോകത്തിന്റെ രാജാവായിട്ട് മാറിയിരിക്കുകയാണ് ട്രംപ്. പക്ഷെ ഇന്നലെ വോട്ടിൽ കുറച്ച് ശതമാനമായി കിട്ടിയ അയാൾ നെടിഞ്ഞിരിക്കുകയാണ്. അതിന്റെ അത് എന്തോന്ന് കേട്ടാല് അവിടെ പ്രതിപക്ഷവും ടൊമാറ്റോ പാർട്ടിയും കൂടി എല്ലാം കൂടി ആലോചിച്ച തീരുമാനമാണ്. ഇപ്പോൾ അങ്ങനെ പാടില്ല, അങ്ങനെ വന്നാൽ നമ്മളെ രാജ്യം നശിക്കും എന്നുള്ള ബോധ്യം അവർക്ക് ആയപ്പോൾ അവർക്ക് ഭയമായി. അപ്പൊ ഈ അവസരം എന്ത് വില കൊടുത്തും കരമാർക്ക് അടിച്ചാൽ അവർ രക്ഷപ്പെടില്ല, ഒരു രക്ഷപ്പെടില്ല. എങ്ങനെ വരും നമുക്കറിയാം, ഫിരിനും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പക്ഷെ ഇത് ഇത്രയും പെട്ടെന്ന് ഇന്ത്യ എന്ന രാജ്യം എനിക്ക് തോന്നുന്നില്ല, കോൺഗ്രസ് BJP ഏത് ഗവൺമെന്റ് വന്നിരുന്നാലും പെട്ടെന്ന് ഇറാഖിനോട് അഭിപ്രായം പറയാൻ അല്പം ഒന്ന് മടിക്കും സഹോദരൻ. ഇതാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ശ്രീ പ്രദീപാണ്, ന്യൂയോർക്കിൽ നിന്നാണ് ശ്രീ പ്രദീപ് വിളിക്കുന്നത്. ശ്രീ പ്രദീപ്, ഇറാന്റെ പടക്കപ്പൽ അടിച്ചിട്ടതിന് പിന്നാലെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അമേരിക്ക കനത്ത വില നൽകേണ്ടി വരും, നിങ്ങൾ ഇത് കുറിച്ചു വെച്ചോ എന്നാണ് പറയുന്നത്. ഇറാനെ സംബന്ധിച്ച് അമേരിക്കയോട് നേരിടാൻ എത്രത്തോളം ശേഷിയുണ്ട് എന്നുള്ളത് മറ്റൊരു ഭാഗം. പക്ഷേ ഇറാന്റെ പക്കൽ എന്തായാലും എണ്ണമറ്റ ആയുധങ്ങളുണ്ട് എന്നുള്ളത് ലോകം തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് അവർ പോയാൽ എന്താവും അവസ്ഥ? നമസ്കാരം. നമസ്കാരം. ഈ ബാലരാമപുരത്ത് ശിവദാസൻ ഇപ്പൊ അമേരിക്കൻ ജനങ്ങളെ അമേരിക്കയെ കുറിച്ച് പറഞ്ഞില്ലേ? അമേരിക്കയിൽ ജീവിക്കുന്ന എനിക്കറിയാവുന്നതുപോലെ അദ്ദേഹം എന്തൊക്കെയോ ഇപ്പൊ പറഞ്ഞിട്ട് പോയി. അതേപോലെയാണ് ഇറാൻ അമേരിക്കയുടെ ശക്തിയെ കുറിച്ച് ഇപ്പോഴും കാണുന്നത്. പിന്നെ താങ്കൾ എന്തിനാണ് മിസ്റ്റർ കിരൺ ഈ വസ്തുത ഇല്ലാത്തതും തെറ്റായ സന്ദേശങ്ങളും ഈ ചരിത്രത്തിലല്ലാത്ത കാര്യം ഈ ചാനലിൽ കൂടെ ഇങ്ങനെ വിളിച്ചു പറയണേ? താങ്കൾ ഇത്രയും നേരം ആ അജയ്കുമാർ ചോദിച്ചതിന് ഒരു ഉത്തരം താങ്കൾ പറഞ്ഞു. താങ്കൾ ഈ ആ മണ്ടനെ അഭിനയിക്കുന്നതാണോ അതോ അത് യഥാർത്ഥത്തിൽ താങ്കൾ അതാണോ? താങ്കൾ നേരത്തെ പറഞ്ഞു ഇറാൻ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യക്ക് വേണ്ടി അനുകൂലിച്ചെന്ന്. എവിടെയാണ് അനുകൂലിച്ചത്? താങ്കൾ ഗൂഗിളിൽ നോക്കാൻ പറഞ്ഞു. ഞാൻ ഗൂഗിളിൽ നോക്കി. അവര് പറഞ്ഞ എന്നാണെന്നറിയോ? നിഷ്പക്ഷമായാണ് നിന്നത്, അനുകൂലിച്ചിട്ടില്ല. ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞപ്പോൾ ഇന്ത്യക്ക് എതിരായാണ് നിന്നത്. കാശ്മീർ സ്വതന്ത്ര രാജ്യം ആകണമെന്നാണ് പറഞ്ഞത്. എന്തിനാണ് താങ്കൾ ഈ പച്ചക്കള്ള ഈ ചാനൽ വന്നെന്ന് പറയണത്? താങ്കൾ കുറച്ചു നേരമായി പറഞ്ഞല്ലോ. ശരി, ഞാൻ എവിടെയും തുടക്കം മുതൽ തന്നെ പറഞ്ഞു, എല്ലാ കാലത്തും എല്ലായ്പ്പോഴും ഒരേ നിലപാട് സ്വീകരിച്ചിട്ടുള്ള രാജ്യമൊന്നും അല്ല ഇറാൻ. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യ അനുകൂലിക്കുന്ന നിലപാട് ഇറാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോഴും അങ്ങനെ തന്നെ പറയുന്നു എന്ന് കരുതി അവർ എല്ലാ കാലത്തും എല്ലാ സമയത്തും ഇന്ത്യ അനുകൂല നിലപാട് കാശ്മീരിന്റെ വിഷയത്തിൽ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ എവിടെയും പറഞ്ഞില്ല. വിട്ടു നിൽക്കുന്നത് പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പാകിസ്ഥാനുമായി ചേർന്ന് നിൽക്കുന്ന നിലപാടല്ല ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഇറാൻ വിട്ടു നിന്നിട്ടുണ്ട്, ഇറാൻ അനുകൂലിച്ചിട്ടുണ്ട്. അത്തരം നിലപാടുകളുടെ മാറ്റങ്ങൾ അവർക്ക് പല ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിന് താങ്കൾ എങ്ങനെയാണ് ഇത് പച്ചക്കള്ളമെന്ന് മറ്റേതും എല്ലാം പറയുന്നത്? എത്രയോ തവണ കാശ്മീർ വിഷയങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അജയ്കുമാർ ചങ്ങനാശ്ശേരിക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായ കാര്യങ്ങൾ പറയുകയും അദ്ദേഹം സമാധാനത്തെ കേൾക്കുകയും ഒക്കെ ചെയ്തു. താങ്കൾ ഈ വളച്ചൊടിച്ച് പറഞ്ഞ ബാക്കി കാര്യങ്ങൾ കൂടി ഒന്നൊന്നായി പറഞ്ഞാൽ എനിക്കൊന്ന് ബോധ്യപ്പെടാമായിരുന്നു. കഴിഞ്ഞ മാസം 15-ാം തീയതി ഇന്ത്യയിൽ വന്നിട്ട് 26-ാം തീയതി ഇന്ത്യയിൽ നിന്ന് പോയ ഒരു കപ്പല് അത് ഇന്റർനാഷണൽ അതിർത്തിയിലേക്ക് കടന്ന് ശ്രീലങ്കയും കടന്നതിന് ശേഷമാണ് അവിടെ വെച്ച് ആക്രമിക്കുന്നത്. അതിന് താങ്കൾ എന്തൊക്കെയാ പറയണം? ഞങ്ങൾ ഇനിയിപ്പോ ഇന്ത്യക്കാരെന്താണ് എന്താ ചെയ്യേണ്ടത് അർത്ഥം പറഞ്ഞാൽ? അതിന് ഇതിനെ ഇപ്പൊ താങ്കൾ പറഞ്ഞിട്ട് അതുകൊണ്ടാണെന്ന് അത് താങ്കൾ എങ്ങനെ ഗസ് ചെയ്യും? അതുകൊണ്ടാണ് ഇപ്പോൾ പോയെന്ന്? അതുകൊണ്ടല്ല. ഒരു രാജ്യത്തിന് ഒരു സമയമുണ്ട്. ആ സമയത്ത് പോയി ഏത് എംബസി ഒരു രാജ്യത്ത് നിൽക്കുന്നോ ആ എംബസിയിൽ ബന്ധപ്പെട്ട് ആ രാജ്യത്തിന്റെ ഏതെങ്കിലും തലവനോ നേതാവോ മരിക്കുകയാണെങ്കിൽ സമയം അനുസരിച്ച് പോകും. അത് ഡിപ്പെൻഡ് അവരുടെ റിലേഷൻ അനുസരിച്ചിരിക്കും. അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റിലേഷൻ അനുസരിച്ചായിരുന്നു, ഇതുവരെ ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ പോകാനുള്ള ഒരു പ്രകോപന കാരണം, ഇന്ത്യക്ക് പ്രകോപന കാരണം ഇന്ത്യയിൽ നിന്ന് പോയ ഒരു പടക്കപ്പൽ ആക്രമിച്ചിട്ടത് തന്നെയാണ് എന്നുള്ളത് വ്യാഖ്യാനമാണ് പറഞ്ഞത്. അല്ലാതെ ഞാൻ ഇന്ത്യ ഔദ്യോഗികമായി പറഞ്ഞു എന്ന് പറഞ്ഞോ? സ്വാഭാവികമല്ലേ അത്? ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരു പടക്കപ്പലിനെ അമേരിക്ക ആക്രമിച്ചിടുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യക്ക് എതിർപ്പുണ്ടാവില്ലേ? അല്ലാതെ അമേരിക്കയ്ക്ക് വേണ്ടി അടിമയായിട്ട് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അമേരിക്കയുടെ അടിമയൊന്നും അല്ല ഇന്ത്യ, ശ്രീ പ്രദീപ്. അടിമയാണെന്ന് ആര് പറഞ്ഞു? അടിമകൾ ഒരുപാടുണ്ട്. അത് ന്യൂസ് 18 അടിമ, അതെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മിസ്റ്റർ കിരൺ, താങ്കൾ എത്ര കള്ളം പറഞ്ഞു? ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നിട്ടുള്ളത് അമേരിക്കയാണോ ഇസ്രായേലാണോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നിട്ടുള്ള രാജ്യത്തിന്റെ പേരാണ് ചൈന. മാവോ സേട്ടിന്റെ കാലത്തിൽ 1900. പ്രദീപ്, താങ്കളെ പലപ്പോഴും പറയുന്നത് ഒരു കണക്കുമില്ലാതെ എന്തെങ്കിലുമൊക്കെ താങ്കൾ വിളിച്ചു പറയും. അത് താങ്കളുടെ ശീലമാണ്, പറഞ്ഞുകൊണ്ട് കാര്യമില്ല. താങ്കൾ ഏത് ചരിത്രം നോക്കിയാലും ലോകത്ത് എവിടെയും പോയി, ചൈനയല്ല ലോകത്ത് എവിടെയും പോയി ആക്രമണം ഉണ്ടാക്കുന്നത്. ചൈന ഇടപെടേണ്ട ഘട്ടത്തിൽ പോലും ഇടപെടാതെ അവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അവർ ലോകത്ത് എവിടെയും പോയി ഇടപെടൽ നടത്താറില്ല. ലോകത്ത് എവിടെയും പോയി ഇടപെടൽ നടത്തുന്നത്, ലോകത്തൊരു തെമ്മാടി രാജ്യമായി നിൽക്കുന്നത് അമേരിക്കയാണ്. അതിന് സംശയമൊന്നുമില്ലാത്ത കേസാണ്. എന്തിന് ചൈന ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പോയി ഇടപെടുന്നു? അവരുടെ അതിർത്തിക്ക് അപ്പുറത്ത് രാജ്യങ്ങളുമായി തർക്കമുണ്ടെങ്കിൽ അതിനല്ലാതെ ഏത് ഭൂഖണ്ഡത്തിലും പോയി അവിടുത്തെ പ്രശ്നത്തിലെല്ലാം ഇടപെടുകയും അവിടെ എല്ലാ സ്വാർത്ഥ താല്പര്യങ്ങളും നടക്കുന്ന ചെയ്യുന്ന രാജ്യമാണ് ചൈന. അങ്ങനെ ഒരു രാജ്യമല്ല ചൈന.
ഈ സോവിയറ്റ് യൂണിയൻ രാജ്യം എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന് സോവിയറ്റ് യൂണിയനൊക്കെ കഴിഞ്ഞിട്ട് കുറെ കാലമായില്ലേ, ഇപ്പോഴും സോവിയറ്റ് യൂണിയൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? താങ്കൾ ഇപ്പോൾ ഈ അമേരിക്ക ലോക രാജ്യത്ത് പോയി കാണിക്കുന്ന ഈ വൃത്തികേടുകളെ കുറിച്ച് പറയും. എന്തിനാണ് ഇപ്പോൾ ഇറാനിൽ വന്നത്? അവിടുത്തെ എണ്ണശേഖരം കണ്ടിട്ട് കൂടിയല്ലേ? എന്തിനാണ് വെനസ്വേലയിൽ പോയത്? ഇന്ത്യയുടെ വെനസ്വേലൻ എണ്ണ മേടിക്കണമെന്ന് പറഞ്ഞത്? ഇതെല്ലാം അവർക്ക് സാമ്പത്തിക താല്പര്യമുണ്ട്, അവർക്ക് സ്വാർത്ഥ താല്പര്യമുണ്ട്. അമേരിക്ക എല്ലാ കാലത്തും അത്ര താല്പര്യത്തിന് വിധേയമായി നിൽക്കുന്ന രാജ്യമാണ്. സംശയം എന്താണ് അതിന്? കിരണെ, അമേരിക്കയ്ക്കകത്ത് ഡ്രഗ്സ് കടത്തുന്ന ഏതൊക്കെ രാജ്യം താങ്കൾക്ക് അറിയാമോ? ഇവിടുത്തെ ജനങ്ങൾ, പുതിയ ജനങ്ങൾ, ഇവിടുത്തെ നിങ്ങളുടെ രാജ്യത്തിനകത്തേക്ക് ഡ്രഗ്സ് കടത്തുന്നത് തടയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിന്റെ പിടിപ്പുകേട് അല്ല എന്താണ്? അതിന് വല്ലവരും പോയി ആക്രമിക്കാണോ വേണ്ടത്? നിങ്ങളുടെ രാജ്യത്തേക്ക് ഡ്രഗ്സ് കടത്താൻ അത് തടയാനുള്ള ശേഷി അവർക്കില്ലെങ്കിൽ ആ രാജ്യത്തിന്റെ പിടിപ്പുകേട് അല്ല എന്താണ്? അല്ല, വെനിസ്വലെ ആക്രമിച്ചൊരു ഏത് രാജ്യമായാലും അതാണ് പറയാനുള്ളത്. നിങ്ങളുടെ പിടിപ്പുകേടിന് അയലത്തുകാരല്ല ആക്രമിക്കേണ്ടത്. ആക്രമിച്ചാൽ താങ്കൾക്ക് എന്താണ് കുഴപ്പം? ലോകത്തെ ഏത് രാജ്യത്തിനും അനീതി കണ്ടാൽ പ്രതികരിക്കണം എന്നുള്ളത് ആത്മാഭിമാനമുള്ള മനുഷ്യന്റെ സ്വഭാവമാണ്. അടിമ മനോഭാവമുള്ളവർക്ക് അത് തോന്നില്ല. ആത്മാഭിമാനമുള്ളവർക്ക് പ്രതികരിക്കണം തോന്നും. അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ കമയന്നി 32,000 പേരെ കൊന്നപ്പോൾ താങ്കൾക്ക് ആത്മാഭിമാനം. സൗദിയുടെ കാര്യമല്ല. എന്തായാലും സമയം അവസാനിക്കുകയാണ് ശ്രീ പ്രദീപ്. എന്തായാലും നമുക്ക് ആ തർക്കത്തിൽ നീണ്ടുപോകാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് ഉണ്ടായത്. യുദ്ധം ആത്യന്തികമായി ഒരു ലോകത്തിനും നല്ലതല്ല. യുദ്ധം ഏത് കാര്യം കൊണ്ടായാലും അവസാനിക്കേണ്ടത് തന്നെയാണ്. അത് അവസാനിക്കാനുള്ള ഇടപെടലാണ് ലോകം നടത്തേണ്ടത്. യുദ്ധം തുടരുന്നത് ഒരു രാജ്യത്തിനും ഒരു തരത്തിലും ഗുണമല്ല. ന്യായീകരണം എല്ലാവർക്കും പലത് പറയാൻ കാണും. ന്യായം പലരുടെ പക്ഷത്തും ഏറിയും കുറഞ്ഞും ഒക്കെ ഉണ്ടാവും. പക്ഷേ യുദ്ധം ഒരിക്കലും രാജ്യത്തിനോ മാനവരാശിക്കോ ഗുണപ്പെടുന്ന ഒന്ന് തന്നെയല്ല. അക്കാര്യത്തിലെങ്കിലും പ്രേക്ഷകരിൽ സംശയം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നാളെയും ഇതേ സമയം മറ്റു വിഷയവുമായി ന്യൂസ് 18 പൊതുവേദി.